Sorry, this session will be in Malayalam. We will conduct a session for English, those who don't understand English in Malayalam. Okay, we can start, I think. Am I audible? Okay, so good evening everyone. നമ്മൾ എക്കോഡൊമൈൻ്റെ സെക്കൻഡ് ടോക്കിലാണ് എന്നുള്ളത്. ഫസ്റ്റ് ടോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ എക്കണോമിക്സിൻ്റെ വ്യത്യസ്ത സാധ്യതകളെ പറ്റിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടോക്കിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CUET PG എക്കണോമിക്സിന് എങ്ങനെ പഠിക്കാം, എന്തൊക്കെ പഠിക്കാം. നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ചു വന്ന ഹാർട്ട് ചെയ്ത് പഠിക്കുന്നു, എക്സാമിന് പോയിട്ട് അത് എഴുതുന്നു. പക്ഷേ CUET-യിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ചില വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. വി ഹാവ് ടു ആൻസർ. നമുക്ക് അത്യാവശ്യത്തിലേറെ സമയം കുറവായിരിക്കും, അത്യാവശ്യത്തിലേറെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ കറക്റ്റ് ആൻസർ പിക്ക് ചെയ്ത് വിത്തിൻ ദാറ്റ് ടൈം ഫ്രെയിം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നൊരു സിസ്റ്റമാണുള്ളത്. സോ എന്താണ് CUET? CUET നാഷണൽ ലെവലിൽ ഓൾമോസ്റ്റ് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കും, അതുപോലെ വ്യത്യസ്തമായ എക്കണോമിക്സിൻ്റെ കേസിലാണെങ്കിൽ വ്യത്യസ്തമായ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കും സെൻറ്റേഴ്സിലേക്കും, ചില സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിലേക്കും ഡീംഡ് യൂണിവേഴ്സിറ്റീസിലേക്കും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലേക്കുമുള്ള ഒരു സിംഗിൾ വിൻഡോ എക്സാമാണ് നിലവിൽ CUET കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു CUET പാസ്സാവുന്നതോടുകൂടി നിങ്ങൾക്കൊരു CUET സ്കോർ കാർഡ് ഉണ്ടാവും, ഒരു സ്കോർ ഉണ്ടാവും. ഓരോ വ്യക്തിക്കും ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള സ്കോർ കാർഡ് ഉണ്ടാവും ബേസ്ഡ് ഓൺ യുവർ പെർഫോമൻസ് ഇൻ ദ എൻട്രൻസ് ടെസ്റ്റ്. ആ മാർക്ക് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുന്ന ഒരു കേസാണ് CUET എക്സാം. NTA കണ്ടക്ട് ചെയ്യുന്ന CUET എക്സാമിലുള്ളത്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ അഡ്മിഷൻ്റെ ഒരു പ്രൊസീജിയർ, ദേ ആർ ബേസിക്കലി ബേസ്ഡ് ഓൺ അവർ മാർക്ക്. +2 എത്രയാണ് നിങ്ങൾക്ക് പെർസെൻറ്റേജ് ഉള്ളത്, ആ മാർക്ക് വെച്ചിട്ടാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റീസിലേക്ക്, കേരളത്തിലെ കോളേജുകളിലേക്ക് നമുക്ക് പബ്ലിക് ഓർ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് നിലവിൽ അഡ്മിഷൻ ഉള്ളത്. UG ലെവലിൽ. PGയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ എൻട്രൻസ് ടെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് സെപ്പറേറ്റ് ആയിട്ട് നടത്താറുണ്ട്. ഇനി നോർമൽ കോളേജുകളിലേക്കുള്ള, അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കുള്ള വ്യത്യസ്ത കോളേജുകൾ, ഗവൺമെൻറ് കോളേജുകൾ, കണ്ണൂർ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള വ്യത്യസ്തമായ അഫിലിയേറ്റഡ് കോളേജുകളിലേക്കും നമ്മൾ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. പക്ഷേ CUET മാർക്കല്ല പരിഗണിക്കുന്നത്. നിങ്ങൾക്കൊരു മിനിമം 55% മാർക്ക് +2 ഉണ്ടെങ്കിൽ യു ക്യാൻ അറ്റൻഡ് CUET UG എക്സാം. നിങ്ങൾക്ക് ഡിഗ്രിയിൽ 55% മാർക്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ അഗെയിൻ അറ്റൻഡ് CUET PG എക്സാം. സോ മറ്റേത് എക്സാമിനേക്കാളും ഒരു ഡിഗ്രി പഠിക്കുന്ന അല്ലെങ്കിൽ +2 പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ കുട്ടി പ്രിപ്പയർ ചെയ്യേണ്ട, ഒരു കറണ്ട് സെനാറിയോയിൽ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാമാണ് CUET എക്സാം. ഒരു സിംഗിൾ എക്സാമാണ്. അത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും. ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാനുള്ള ഒരു കാരണം, എക്കണോമിക്സിനെ സംബന്ധിച്ച് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് നാഷണൽ ഗവൺമെൻറ്റും, അതായത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി സംയുക്തമായിട്ട് റൺ ചെയ്യുന്ന ഓരോ സെൻറ്റേഴ്സ് ഉണ്ടാവും. കേരളത്തിൻ്റെ കേസാണെങ്കിൽ നമുക്ക് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഉണ്ട് തിരുവനന്തപുരത്ത്. എക്കണോമിക്സിന് മാത്രമായിട്ടുള്ള, ഇവിടെ എക്കണോമിക്സിൻ്റെ PG ഉണ്ട്, എക്കണോമിക്സിൽ റിസർച്ച് ചെയ്യാൻ പറ്റും. അതിൽ തമിഴ്നാട് സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും കൂടി സഹകരിച്ച് നടത്തുന്ന MIDS ഉണ്ട്, മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്. കർണാടകയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അവിടെയുണ്ട് സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട്, എസ്പെഷ്യലി എക്കണോമിക്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള സെൻറ്റേഴ്സ്. അപ്പോൾ ഈ സെൻറ്റേഴ്സ് അടക്കം ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അടക്കം നിലവിൽ CUET-യുടെ അണ്ടറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ ദ സ്കോപ്പ് ആൻഡ് പ്രോസ്പെക്ട്സ് ഓഫ് CUET ഈസ് നെവർ ഗോയിങ് ടു എൻഡ്. അത് നമുക്ക് ഓരോ വർഷവും പുതിയ പുതിയ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും പബ്ലിക് യൂണിവേഴ്സിറ്റീസും നിരന്തരമായി CUET-ൻ്റെ കീഴിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്.
സോ നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് ജസ്റ്റ് ഒരു ജനറൽ ഫ്രെയിം വർക്ക് തരാണ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടുള്ള ഓർ എല്ലാ സബ്ജക്റ്റിലേക്കുള്ള. സോ ആദ്യം ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരിക CUET ഡേറ്റ് NTA ആണ് CUET കണ്ടക്ട് ചെയ്യുന്നത്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്ന UGC നെറ്റ് കണ്ടക്ട് ചെയ്യുന്ന സെയിം ടീമാണ് NTA എന്ന് പറയുന്നത്. നിലവിൽ ഇന്ത്യയിലെ എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമുകളും കൺട്രോൾ ചെയ്യുന്നതും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തയ്യാറാക്കുന്നതും അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഒക്കെ NTA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഗവൺമെന്റ് എക്സാം നടത്താൻ വേണ്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് NTA. NTA-യുടെ വെബ്സൈറ്റിലാണ് നിങ്ങൾ ആദ്യമായിട്ട് CUET എൻട്രൻസ് എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ടത്. CUET എൻട്രൻസ് എക്സാമിന് നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഇവിടെയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ നിങ്ങൾക്ക് വേണ്ട യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കണം. നിങ്ങളെ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ആപ്ലിക്കേഷൻ സെപ്പറേറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലാണ് MA എക്കണോമിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ MA എക്കണോമിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, യു ഷുഡ് സെലക്ട് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡ്യൂറിങ് ദിസ് അഡ്മിഷൻ പ്രോസസ് ഇറ്റ് സെൽഫ്. ഈ ഫസ്റ്റ് അഡ്മിഷൻ പ്രോസസ്സിൽ തന്നെ നിങ്ങൾ അതാത് യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്തിരിക്കണം. നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ സെലക്ട് ചെയ്ത യൂണിവേഴ്സിറ്റീസിന് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഈ റിസൾട്ട് വന്നതിന് ശേഷം. അങ്ങനെ ഒരു NTA-യുടെ ഈ ഒരു CUET എൻട്രൻസിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ NTA തന്നെ എക്സാമിന്റെ ഡേറ്റ് പ്രഖ്യാപിക്കും. ആ എക്സാമിൽ നിങ്ങൾ പോയിട്ട് എക്സാം എഴുതണം. CUET-യുടെ എൻട്രൻസ് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എൻട്രൻസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ എൻട്രൻസ് ടെസ്റ്റും കഴിഞ്ഞ ശേഷം NTA ഈ എൻട്രൻസ് ടെസ്റ്റിന്റെ സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്യും. ശ്രദ്ധിക്കണം, NTA സ്കോർ കാർഡാണ് പബ്ലിഷ് ചെയ്യുക. അതായത് നിങ്ങൾ ഒരു ഇൻഡിവിജ്വൽ, ഇപ്പോൾ ഫവാസ് എന്ന് പറഞ്ഞാൽ ഞാനാണ് എക്സാം എഴുതുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള സ്കോർ കാർഡ് NTA പബ്ലിഷ് ചെയ്യും. ഇതിന് ശേഷമാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ആഫ്റ്റർ NTA പബ്ലിഷസ് ദ എൻട്രൻസ് സ്കോർ, സ്റ്റുഡൻസ് നീഡ് ടു അപ്ലൈ ടു ദെയർ ചൂസൺ യൂണിവേഴ്സിറ്റീസ് യൂസിങ് ദെയർ CUET രജിസ്ട്രേഷൻ നമ്പർ. നിങ്ങൾ ഓൾറെഡി CUETക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്ത ചില യൂണിവേഴ്സിറ്റീസ്, സെലക്ട് ചെയ്ത ചില യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ആ യൂണിവേഴ്സിറ്റീസിലേക്ക് നിങ്ങൾ അതാത് യൂണിവേഴ്സിറ്റീസ് NTA സ്കോർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതാത് യൂണിവേഴ്സിറ്റീസ് അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് നിങ്ങൾ എഗെയിൻ ആപ്ലിക്കേഷൻ നൽകണം, യൂണിവേഴ്സിറ്റീസിലേക്ക് ആപ്ലിക്കേഷൻ നൽകണം. നിങ്ങളൊരു പക്ഷേ NTA-യിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് CUET ആപ്ലിക്കേഷൻ സമയത്ത് 10-20 യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. സ്കോർ കാർഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ 10 യൂണിവേഴ്സിറ്റിയിലേക്കും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ യു ക്യാൻ ഗോ ടു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ്, യു ക്യാൻ എൻ്റർ യുവർ CUET രജിസ്ട്രേഷൻ നമ്പർ ആൻഡ് യു ക്യാൻ സ്റ്റാർട്ട് ദ ആപ്ലിക്കേഷൻ. അല്ല, നിങ്ങൾക്ക് JNU ആണ് വേണ്ടെങ്കിൽ നിങ്ങൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് CUET സ്കോർ കാർഡ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഹൈദരാബാദ് ആണെങ്കിൽ നിങ്ങൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യണം. അതായത് ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസിലേക്ക് നമ്മൾ ഈ CUET സ്കോർ കാർഡ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റേജ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് യൂണിവേഴ്സിറ്റീസ് സബ്ജക്റ്റ് വൈസ് റാങ്ക് ലിസ്റ്റ്. ആദ്യം അവർ മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇപ്പൊ എക്കണോമിക്സിന്റെ കേസ് ആണെങ്കിൽ എക്കണോമിക്സിൽ നമ്മൾ ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും യൂണിവേഴ്സിറ്റിയിലേക്ക്. ആ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നിട്ടുള്ള ആപ്ലിക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഈ CUET സ്കോർ ആർക്കാണോ ഉള്ളത് ആ വ്യക്തി ഫസ്റ്റ് റാങ്ക് ഇട്ടിട്ട് യൂണിവേഴ്സിറ്റി മെറിറ്റ് ലിസ്റ്റ്, ഓവറൽ മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഈ ഓവറൽ മെറിറ്റ് ലിസ്റ്റിന് ശേഷമാണ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെലക്ഷൻ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സെലക്ഷൻ ലിസ്റ്റിന്റെ സമയത്താണ് അതിൽ സെലക്ട് ചെയ്തിട്ടുള്ള ആ ലിസ്റ്റിലുള്ള ആളുകൾക്ക് ഫീസ് അടച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതിനുശേഷം സെക്കൻഡ് ലിസ്റ്റ് വരും, തേർഡ് ലിസ്റ്റ് വരും. ഇങ്ങനെ ലിസ്റ്റ് ആണ് യൂണിവേഴ്സിറ്റിയിലെ അവരുടെ ഫസ്റ്റ് സെമസ്റ്റർ ഫീസ്. അതല്ലാണ്ട് അഡ്മിഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ടൊരു ഫീ പേയ്മെന്റ് ഇല്ല. യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ ഫീസ് എത്രയാണോ ആ ഫീസാണ് നിങ്ങൾ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അടയ്ക്കേണ്ടി വരും. അതായത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, NTA-യുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് CUET എൻട്രൻസിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യണം. CUET എക്സാം കഴിയും. CUET എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് CUET സ്കോർ കിട്ടും. ഈ സ്കോർ കാർഡ് വെച്ചിട്ട് നിങ്ങൾ വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട, ഏറ്റവും സ്ട്രെസ് ചെയ്ത് പറയേണ്ട ഒരു പോയിന്റ്, അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ മക്കളൊക്കെ സംഭവിക്കുന്ന ഒരു അബദ്ധം, വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ വേണ്ടപ്പെട്ട യൂണിവേഴ്സിറ്റീസ് ഒന്നും കൊടുക്കില്ല. ജസ്റ്റ് അടുത്തുള്ള 2-3 യൂണിവേഴ്സിറ്റീസ് മാത്രം കൊടുക്കും. പിന്നീട് റിസൾട്ട് വന്ന ശേഷമാണ് അവർ മറ്റ് യൂണിവേഴ്സിറ്റീസിലേക്ക് കൂടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പൊ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ മസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് എത്ര എണ്ണം സെലക്ട് ചെയ്യാൻ പറ്റുമോ, മാക്സിമം എത്ര യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യാൻ പറ്റുമോ
NTA വെബ്സൈറ്റിൽ CUETക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും കൊടുത്തിരിക്കണം. കാരണം അതിന് നമുക്ക് എക്സ്ട്രാ പൈസ ഇല്ല. നിങ്ങൾ എത്ര യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്താലും അതിനനുസരിച്ച് നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ പൈസ എഗെയിൻ പേ ചെയ്യേണ്ടി വരുന്നത് യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിങ്ങൾ അഡ്മിഷൻ കൊടുക്കുമ്പോഴാണ്. അത് സ്കോർ കാർഡ് വന്ന ശേഷം നമ്മുടെ സ്കോർ കാർഡ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ്. അപ്പം ഇതാണ് നമ്മുടെ നിലവിലെ ജേർണി ടു യുവർ ഡ്രീം യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് നമുക്ക് ഒരു CUET ആപ്ലിക്കേഷൻ ത്രൂ അവിടെ എത്താൻ പറ്റുക എന്നുള്ളത്. ഇനി നമ്മൾ CUET എക്സാമിന്റെ പാറ്റേൺ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, CBT ടെസ്റ്റ് ആണ് CUET എക്സാം നിലവിൽ കണ്ടക്ട് ചെയ്യുന്നത്. അത് NTA ഭാഗത്തുനിന്ന് അത് പെൻ ആൻഡ് പേപ്പർ മോഡ് എക്സാമിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം വന്നിരുന്നു. കഴിഞ്ഞ പ്രീവിയസ് നെറ്റ് എക്സാം അവരങ്ങനെ നടത്തിയിരുന്നു. പക്ഷെ ചോദ്യപേപ്പർ ലീക്ക് ആയതുകൊണ്ട് ഇനി ആ ഒരു ശ്രമം അവർ നടത്തുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ മോസ്റ്റ് ഓഫ് ദ കേസ് നെക്സ്റ്റ് എക്സാമും CBT ബേസ്ഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും ഉണ്ടാവുക. ഇനി മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കമ്പ്യൂട്ടറിൽ ഹിന്ദി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. നമുക്ക് അതായത് നമ്മൾ ഇംഗ്ലീഷിലാണ് നമ്മൾ എക്സാമിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കേസിൽ 75 ക്വസ്റ്റ്യൻസ് ആണ് എക്കണോമിക്സിന് ഉണ്ടാവുക ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് മൊത്തം ഈ 75 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് അത് എക്സാം എൻഡ് ചെയ്യാൻ പറ്റൂല. അപ്പൊ മസ്റ്റ് ആയിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, 75 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. അത് കമ്പൽസറി ആണ്. അതുപോലെ തന്നെ ഈ 75 ക്വസ്റ്റ്യൻസും സബ്ജക്ട് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് എക്കണോമിക്സിൽ നിന്ന് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ഇതിൽ മറ്റ് ഔട്ട് ഓഫ് സബ്ജക്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഇനി കറക്റ്റ് ആൻസറിന് 4 മാർക്ക് ഉണ്ടാവും. നിങ്ങളൊരു ആൻസർ കറക്റ്റ് ആയാൽ നിങ്ങൾക്ക് 4 പോയിന്റ് കിട്ടും, 4 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു ആൻസർ റോങ് ആയി കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. 1 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറക്കും. അതായത് നിങ്ങൾ 2 ആൻസർ ശരിയാക്കി നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടും. 3ാമത്തെ ആൻസർ നിങ്ങൾ തെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് 7 മാർക്കായിട്ട് പോകും. അപ്പൊ ഇതാണ് നമ്മളൊരു എക്സാമിന്റെ പാറ്റേൺ ഉള്ളത്. ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. ക്വസ്റ്റ്യൻസ് എല്ലാം സബ്ജക്ട് സ്പെസിഫിക് ആയിരിക്കും. ശരിയായ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. തെറ്റായ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് നിങ്ങളെ നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ 1 മാർക്ക് നിങ്ങൾക്ക് കുറക്കും. ഇനി CUET എക്സാമിന് നമുക്ക് ക്യൂറീസ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഞാൻ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് സെഷനിൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് തീർക്കാം. സോ നമുക്ക് സിലബസ്, നമ്മുടെ ഈ എക്സാമിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് സിലബസ്. നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ഏരിയയിൽ നിന്നാണുള്ളത്. മാക്രോ എക്കണോമിക്സ്, മണി ആൻഡ് ഇൻഫ്ലേഷൻ, കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്, ഇന്ത്യൻ ഇക്കോണമി, നമുക്ക് പബ്ലിക് ഫൈനാൻസും ഇന്റർനാഷണൽ എക്കണോമിക്സിന്റെയും ചെറിയൊരു പാർട്ട് ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് നമ്മൾ ഇന്ന് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സിലബസ് ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇതിന് റിസോഴ്സസ് ഏതൊക്കെയാണ്, അതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നത്. മൈക്രോ എക്കണോമിക്സിൽ നിങ്ങൾ എന്താണോ UG ലെവലിൽ പഠിച്ചിട്ടുള്ളത് അത് മാത്രമേ നിങ്ങൾക്ക് വലിയ രീതിയിൽ നമ്മുടെ എക്സാമിൽ ഉണ്ടാവുള്ളൂ. ചെറിയ ചില അഡീഷണൽ ഏരിയാസ് വരും. ബാക്കിയുള്ളതൊക്കെ മോസ്റ്റ് ഓഫ് ദ കേസ് നിങ്ങൾ +1 +2 UGയിലൊക്കെ പഠിച്ചിട്ടുള്ള സെയിം ടോപ്പിക് തന്നെ ആയിരിക്കും. ഓക്കെ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ, ഒന്നുകൂടി ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഉണർത്തണേ. ഓക്കെ, സോ മൈക്രോ എക്കണോമിക്സിൽ ഫസ്റ്റത്തെ പാർട്ടാണ് കൺസ്യൂമർ തിയറി, അല്ലെങ്കിൽ നമ്മൾ ബിഹേവിയർ എന്നൊക്കെ പറയുന്ന ഒരു കൺസ്യൂമർ ബിഹേവിയറൽ അനാലിസിസ്. അതിൽ നിങ്ങൾക്ക് ഡിമാൻഡ് അനാലിസിസ് ഉണ്ട്, യൂട്ടിലിറ്റി അനാലിസിസ് ഉണ്ട്, ഇൻഡിഫറൻസ് കർവ്, റിവീൽഡ് പ്രിഫറൻസ് തിയറി, കൺസ്യൂമർ സർപ്ലസ്. ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രമേ നമുക്ക് സിലബസ് ഒക്കെ നമുക്ക് കാണുമ്പോൾ അത്യാവശ്യം വാസ്റ്റ് സിലബസ് ആണ്. എന്നാൽ അവർ ഡെവലപ്മെന്റ് എക്കണോമിക്സിലേക്കോ അല്ലെങ്കിൽ ഒന്നും കൂടി നമ്മളെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന എക്കണോമെട്രിക്സിന്റെ വലിയ ഏരിയയിലേക്ക് ഒന്നും പോയിട്ടില്ല. നമുക്ക് ആവശ്യത്തിലേക്ക് ആശ്വസിക്കാൻ പറ്റും. പക്ഷെ സിലബസ് എപ്പോഴും നമുക്കൊരു ഫ്രെയിം വർക്ക് ആണ്. അതായത് സിലബസിനകത്തുനിന്നേ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. സിലബസിന്റെ പുറത്തേക്ക് ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഓഫ് ദ കേസ് പോവാറില്ല. ഇന്ത്യൻ ഇക്കോണമിയിലൊക്കെയാണ് നമുക്ക് പിന്നെയും ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ സിലബസ് ആക്ച്വലി നമുക്കൊരു ബ്ലെസ്സിങ് ആണ്. നമ്മൾ സിലബസിന്റെ വലിപ്പം കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. അപ്പൊ മൈക്രോ ഇക്കണോമിക്സിലെ ഫസ്റ്റ് ഏരിയയാണ് കൺസ്യൂമർ തിയറി അല്ലെങ്കിൽ ബിഹേവിയർ. അതിൽ ഡിമാൻഡ് അനാലിസിസ് ഉണ്ടാവും, അതുപോലെ തന്നെ യൂട്ടിലിറ്റി അനാലിസിസ്, ഇൻഡിഫറൻസ് കർവ്, റിവീൽഡ് പ്രിഫറൻസ് തിയറി, കൺസ്യൂമർ സർപ്ലസ്. നമുക്കറിയാം കൺസ്യൂമർ തിയറിയിൽ ഇത് മാത്രമല്ല,
നമുക്ക് വലിയൊരു ഏരിയയാണ് കൺസ്യൂമർ തിയറി. നമുക്ക് ഒരൊറ്റ ടെക്സ്റ്റ് ബുക്ക് മാത്രം കൺസ്യൂമർ തിയറിയിൽ നമുക്ക് അവൈലബിൾ ആവുന്ന രൂപത്തിലുണ്ട്. എന്നാലും നമ്മുടെ സിലബസിൽ നമ്മൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അതിനപ്പുറത്തേക്കുള്ള ഹയർ തിയറീസിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഏരിയയാണ് പ്രൊഡക്ഷൻ തിയറി. കാര്യമായിട്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമുക്കറിയാം, വ്യത്യസ്ത തരത്തിലുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. കോബ്-ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഇങ്ങനെയുള്ള ആൾമോസ്റ്റ് നമുക്കൊരു പ്രധാനപ്പെട്ട 5 ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് നമുക്കിവിടെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്, റിട്ടേൺസ് ടു സ്കെയില്, കോസ്റ്റ് ഫംഗ്ഷൻസ്, അതുപോലെ തന്നെ കോസ്റ്റിന്റെ വ്യത്യസ്തമായ കോസ്റ്റുകളുടെ ടൈപ്പും അതിന്റെ വ്യത്യസ്തമായ കോൺസെപ്റ്റുകളും കോസ്റ്റ് കോൺസെപ്റ്റുകളും. ഇതാണ് മൈക്രോ എക്കണോമിക്സിലെ പ്രൊഡക്ഷൻ തിയറീസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തതാണ് വ്യത്യസ്ത മാർക്കറ്റുകൾ. നമ്മളെപ്പോഴും കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു ഏരിയയാണ് മാർക്കറ്റുകൾ. പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിയും ഒളിഗോപ്പൊളിയും മൊണോപ്പൊളിസ്റ്റിക്കും ഡിയോപ്പൊളിസ്റ്റിക്കും അവർ തമ്മിലുള്ള വെൽഫെയർ കോമ്പറ്റീഷനും ഒക്കെ ജനറൽ ഇക്വിലിബ്രിയം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു എൻറ്റയർ സിലബസിൽ നിങ്ങൾ മൈക്രോ എടുത്താലും മാക്രോ എടുത്താലും സ്റ്റാറ്റ് എടുത്താലും മാത്ത് എടുത്താലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൈക്രോ ആണ്. കാരണം ഒന്ന്, മൈക്രോയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി സിലബസ് വാസ്റ്റ് ആയിട്ടുള്ളത് മൈക്രോക്കാണ്. മാക്രോയുടെ സിലബസിനെ നമ്മൾ 3-4 ടൈപ്പ് ആക്കിയിട്ട് ആണ് ഡിവൈഡ് ചെയ്തിട്ടാണ് പറയുന്നത്. കൺസംഷൻ തിയറീസും സേവിങ്ങും ഒക്കെ നമ്മൾ മാക്രോ എക്കണോമിക്സിന്റെ ഔട്ട് ഓഫ് മാക്രോ ആയിട്ടാണ് ഇവിടെ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും മൈക്രോ ആണ് ഒന്നും കൂടി നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന, ഒന്നും കൂടി നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട ഏരിയ ഉള്ളത്. അപ്പോൾ ഈച്ച് ആൻഡ് എവ്രി മാർക്കറ്റ്, ഈ മാർക്കറ്റുകളെ ഒക്കെ അതിന്റെ A to Z ഫീച്ചേഴ്സ് മുതൽ കോമ്പറ്റീഷൻ മുതൽ ഓരോ മാർക്കറ്റിലെയും ഡെഡ് വെയിറ്റ് ലോസ് മുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാനുണ്ട്. ഏറ്റവും ലാസ്റ്റത്താണ് എഫിഷ്യൻസി ആൻഡ് വെൽഫെയർ. അതായത് ഒന്നും കൂടി റിസെന്റ് ഡെവലപ്മെന്റ് എക്കണോമിക്സിൽ വന്നിട്ടുള്ള ഇക്വിലിബ്രിയം, എഫിഷ്യൻസി, അതിൽ പ്യുവർ എക്സ്ചേഞ്ച് പ്രൊഡക്ഷന്, ഓവർ എഫിഷ്യൻസി, വെൽഫെയർ എക്കണോമിക്സ്, എക്സ്റ്റേണാലിറ്റി, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി, പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി. ഇതാണ് മൈക്രോ എക്കണോമിക്സിലെ ഏരിയാസ്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് മൈക്രോ എക്കണോമിക്സ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇനി എങ്ങനെയാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിന് പ്രിപ്പയർ ചെയ്യുക? നമുക്ക് ഇപ്പോൾ കാലിക്കറ്റ് പഠിക്കുന്നവരുണ്ടാവും. ഐ മീൻ മോസ്റ്റ് ഓഫ് ദ കേസ് നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റീസിൽ നിന്നാണ് എന്നുള്ളത്. ഔട്ട് ഓഫ് കേരള ഏതെങ്കിലും മലയാളി സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഐ ക്യാൻ ടോക്ക് ദാറ്റ് വേ ആൾസോ. സോ ഞാൻ ഇപ്പോൾ നിലവിൽ ഞാൻ അസ്യൂം ചെയ്യുന്നത് ഓക്കെ കാലിക്കറ്റ് നിന്നുണ്ട്. സോ കാലിക്കറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റീസ്, കേരളത്തിലെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ അവർ കോർപ്പറേറ്റീവ് സൊസൈറ്റികൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഇറക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗൈഡ് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗൈഡ് നിങ്ങളെ ആക്ച്വലി എൻട്രൻസിന് ഉപകാരപ്പെടുത്തൂല. കാരണം അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഇതിനൊരു ബ്രിഡ്ജ്, ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നാണ് നമ്മൾ പറയാം. അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് ആണ്, അല്ലെങ്കിൽ എക്കണോമിക്സിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾ PGയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പഠിക്കുന്നത് അഡ്വാൻസ്ഡ് എക്കണോമിക്സ് ആണ്. സോ ദർ ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് ആൻഡ് അഡ്വാൻസ്ഡ് എക്കണോമിക്സ്. അതിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്ററി എക്കണോമിക്സ് എന്ന് പറയാം. അപ്പൊ ഈ ഒരു ഇന്റർമീഡിയറ്ററി എക്കണോമിക്സിന്റെ ഒരു ബ്രിഡ്ജാണ് നമ്മൾ ഇതിലൂടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് നിങ്ങൾക്ക് വായിച്ച് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബുക്കാണ് ഒന്ന്. ഞാൻ ശരിക്കും നിങ്ങൾ തുടങ്ങേണ്ടത് തന്നെ ഹാൾ ആൻഡ് വേരിയനിൽ നിന്നാണ്. ഹാൾ ആർ വേരിയൻ എന്ന് നമ്മൾ പറയും. വൺ ഓഫ് പോപ്പുലർ ബുക്ക് ഇൻ ദ ഫീൽഡ് ഓഫ് എക്കണോമിക്സ്, എസ്പെഷ്യലി വെൻ വി ആർ കൺസിഡറിംഗ് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സിലെ ഏറ്റവും നല്ല ബുക്കാണ് ഹാൾ ആർ വേരിയൻ. നിങ്ങൾ ഹാൾ ആർ വേരിയൻ ഞാൻ ഫസ്റ്റ് തന്നെ ഹാൾ ആർ വേരിയൻ എഴുതാതിരുന്നത്, ഒന്ന് ഹാൾ ആർ വേരിയന്റെ ലാംഗ്വേജ് ഞാൻ എൻ്റെ അനുഭവം പറയാണ്. ഞാൻ PGക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് ടൈം വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ കേരളത്തിലെ ലാംഗ്വേജും മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയം ഒക്കെ എന്ത് പഠിച്ചാലും നമ്മൾ കേരളത്തിലെ ലാംഗ്വേജ് പോലെയല്ല ഹാളാർ വേരിയയിലെ ലാംഗ്വേജ്. ഒന്നും കൂടി കട്ടിയുണ്ടെന്നൊക്കെ പറയുന്ന ലാംഗ്വേജ് ആണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഹാളാർ വേരിയയിലേക്ക് പോകാതെ, ഇഫ് യു ആർ കോൺഫിഡന്റ് യു ക്യാൻ ഡയറക്ട്ലി ഗോ ടു ഹാളാർ വേരിയൻ. ഞാൻ അതല്ല പറയുന്നത്. മറിച്ച് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഹാളാർ വേരിയയിലേക്ക് പോവാതെ നിങ്ങൾക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, HL അഹുജ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇതിന്റെയൊക്കെ PDF അവൈലബിൾ ആണ്. ഞങ്ങൾ ഇതിന്റെയൊക്കെ PDF നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഷെയർ ചെയ്യും. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ഷെയർ ചെയ്യും കേട്ടോ. അത് പേടിക്കേണ്ട ആവശ്യം. ആർക്കെങ്കിലും PDF കിട്ടാത്തതുണ്ടെങ്കിൽ they can directly contact to us. എക്കോഡൊമൈൻ കമ്മ്യൂണിറ്റിയെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഫോൺ നമ്പർ ചാറ്റ് ബോക്സിൽ നമ്മൾ ചാറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യാം. ബാക്കിയുള്ളത് ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റിയിലൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് തന്നെ ഷെയർ ചെയ്യും. ഓക്കെ, സോ നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് HL അഹുജ വഴിയാണ്. HL അഹുജ നോർമലി ഞാൻ നമ്പർ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അതിൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി വഴി തന്നെ ഇതിന്റെയൊക്കെ PDF സോഫ്റ്റ് കോപ്പി വേർഷൻ നിങ്ങൾക്ക് അയച്ചിരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് HL അഹുജയിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഏരിയാസും, മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ പറഞ്ഞ എല്ലാ ഏരിയാസും HL അഹുജയിലുണ്ട്. HL അഹുജ ഞാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം, ഒന്ന് അത്
നമ്മളറിയാം എക്കണോമിക്സ് അറ്റ് എ സെയിം ടൈം ക്വാണ്ടിറ്റേറ്റീവ് ആണ്, അറ്റ് എ സെയിം ടൈം ക്വാളിറ്റേറ്റീവ് ആണ്. അപ്പോൾ രണ്ടും നമ്മൾ ഒരുപോലെ ഗ്രാസ്പ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് എൻട്രൻസിന്റെ കേസിൽ ഉപകാരപ്പെടുള്ളൂ. കാരണം രണ്ടിനും ഈക്വൽ ആയിട്ടുള്ള വെയിറ്റേജ് ഉണ്ട്. അത് മാത്തമാറ്റിക്സോ സ്റ്റാറ്റോ അല്ലോട്ടോ ഞാൻ പറയുന്നത്, ഈവൻ മൈക്രോ എക്കണോമിക്സിന്റെ കേസിൽ വരെ നിങ്ങൾ പ്രൊഡക്റ്റ് മാക്സിമൈസേഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, കോസ്റ്റ് മിനിമൈസേഷൻ ഒക്കെ പ്രോബ്ലംസ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹയർ ഓർഡർ കേസുകൾ നിങ്ങൾക്ക് എൻട്രൻസിന്റെ എക്സാമിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം HL അഹൂജയുടെ പുസ്തകം എടുത്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനൊക്കെ ചെയ്തിട്ട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ HL അഹൂജയിൽ സിലബസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രിന്റ് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടാണ്, ആ പ്രിന്റഡ് എടുത്താണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ ഒന്ന് യൂസ് ചെയ്യാം. HL അഹൂജ എടുക്കുക, ആ സിലബസിലെ ഏരിയാസ് ഒക്കെ ആ പുസ്തകത്ത് പ്രിന്റ് എടുക്കുക, നിങ്ങളത് റഫ്ലി തറോലി നിങ്ങളത് വായിച്ചിരിക്കണം. ഓരോ ഈച്ച് ആൻഡ് എവറി കൺസെപ്റ്റ് അതൊരു സ്റ്റാൻഡേർഡ് പുസ്തകമാണ്. കാരണം വലിയൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായത് കൊണ്ടല്ല, കമ്പയർ ടു ഹാളർ വേരിയൻ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റൂല. പക്ഷെ അറ്റ് സെയിം ടൈം കേരളത്തിലെ ഒരു കുട്ടിയെ സംബന്ധിച്ച് നമുക്ക് HL അഹൂജ വഴി തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. നിങ്ങൾ HL അഹൂജ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ടു മൈക്രോ എക്കണോമിക്സ് ബൈ ഹാൾ ആർ വേരിയൻ. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഹാൾ ആർ വേരിയനിലെ എഗെയിൻ നിങ്ങൾ ആ പുസ്തകം മൊത്തം വായിക്കേണ്ട. 800 850 പേജിലൊരു പുസ്തകമാണത്, വലിയ പുസ്തകമാണ്. നിങ്ങൾ ആ പുസ്തകം മൊത്തം വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് എടുക്കുക. നമ്മൾ ഓൾറെഡി സിലബസ് പ്രസന്റ് ചെയ്തല്ലോ. ഇതിന്റെ PPTയും ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി വഴി തന്നെ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് PPT ഒന്നും കൂടി വായിച്ചു നോക്കും ചെയ്യട്ടോ. ഓക്കെ, നിങ്ങൾ ഹാളർ വേരിയൻ എടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഹാളർ വേരിയന്റെ പുസ്തകം നിങ്ങൾക്ക് ഒരു 600 രൂപക്കൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടാൽ നമ്മൾ അതും ഷെയർ ചെയ്ത് തരാം. ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും വാങ്ങാം. ആകെ ഒരു 600-700 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു പുസ്തകം വാങ്ങാൻ പറ്റും. അതൊരു നമുക്കൊരു എക്കണോമിക്സിൽ ബൈബിൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പുസ്തകമാണ്. ഐ മീൻ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, മൈക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, അഹൂജ കഴിഞ്ഞാൽ നേരെ ഹാളർ വേരിയനിലേക്ക് പോവുക. ഞാൻ പറഞ്ഞു ഹാളർ വേരിയനാണ് എൻട്രൻസിന്റെ കേസിൽ ഇമ്പോർട്ടന്റ്. ഞാൻ അഹൂജ പറയാനുള്ള കാരണം നമുക്ക് ലാംഗ്വേജിന് ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഫോറിൻ ഓതറുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഹാളർ വേരിയൻ വായിക്കാം. ഹാളർ വേരിയന്റെ ഒരു പ്രത്യേകത, ഹാളർ വേരിയന്റെ ഓരോ ചാപ്റ്ററിന്റെയും എൻഡിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ്. ആ ക്വസ്റ്റ്യൻസിന് നമുക്ക് വർക്ക് ബുക്ക് അവൈലബിൾ ആണ്. ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും ആ വർക്ക് ബുക്കിന്റെ ഡീറ്റെയിൽഡ് ആൻസർ കീം അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ സോഫ്റ്റ് കോപ്പി ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഹാളർ വേരിയന്റെ വർക്ക് ബുക്ക്, ഹാളർ വേരിയന്റെ ആൻസർ കീയുടെ സോഫ്റ്റ് കോപ്പി, ഈ 3 പുസ്തകമാണ്. ഈ 3 എണ്ണം നിങ്ങൾ ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ സ്കോർ ഫുൾ സ്കോർ ഇൻ യുവർ CET മൈക്രോ എക്കണോമിക്സ് പാർട്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനിയും മൈക്രോ എക്കണോമിക്സിൽ ഒന്നും കൂടി ഇൻഡെപ്ത് ആയിട്ട് പോകണം എന്ന് തോന്നുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞത് ഇപ്പോഴും ശരിക്കും ഇന്റർമീഡിയറ്റ് എക്കണോമിക്സ് ലെവലിലാട്ടോ നമ്മൾ പറയുന്നത്. അഡ്വാൻസിലേക്ക് നമ്മൾ പോകുന്നില്ല. അഡ്വാൻസ് കുറച്ചും കൂടി വലിയ പുസ്തകങ്ങളുണ്ട്, പക്ഷെ നമുക്കത് UG പഠിച്ച ഒരാളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഒന്നും കൂടി ടഫ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനിയും നിങ്ങൾക്ക് ഒന്നും കൂടി വിശാലായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ആൾസോ റെഫർ റോബർട്ട് പിൻഡിക്, മൈക്രോ എക്കണോമിക്സ് ബൈ ഡാനിയൽ ആർ ആൻഡ് റോബർട്ട് പിൻഡിക്. റോബർട്ട് പിൻഡിക്കും ഒന്നും കൂടി വേരിയനേക്കാൾ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത ലാംഗ്വേജ് ആണ്. ഒന്നും കൂടി ഇല്ലുസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെയും സോഫ്റ്റ് കോപ്പി നമ്മൾ ഗ്രൂപ്പ് വഴി തന്നെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി വഴി തന്നെ ഷെയർ ചെയ്യുന്നതാണ്. വേരിയൻ വായിച്ചതിന് ശേഷമാണ് നിങ്ങൾ പിൻഡിക്കിലേക്ക് പോകേണ്ടത്. അതല്ലെങ്കിൽ വേരിയനിലെ ഏതെങ്കിലും സൈഡിൽ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പിൻഡിക്കിലേക്ക് പോകേണ്ടത്. അതല്ലാതെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പിൻഡിക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യം ലാംഗ്വേജ് ബാരിയർ ഉള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഹൂജ വായിക്കണം. അത് നിങ്ങൾ അത്യാവശ്യം ഒന്ന് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്കണോമിക്സിൽ ധാരണ വരും. മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചതല്ല, നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ള കോർപ്പറേറ്റീവ് ഗൈഡുകളല്ല, ധാരണ കിട്ടും. സെക്കൻഡ്ലി നിങ്ങൾ വേരിയനിലേക്ക് പോകണം. വേരിയന്റെ കൂടെ വർക്ക് ബുക്ക് ചെയ്യണം. വർക്ക് ബുക്ക് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസർ കീയിൽ നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കണം. അതിനുശേഷമാണ് നിങ്ങൾ റോബർട്ട് പിൻഡിക്കിന്റെ പുസ്തകത്തിലേക്ക് പോകേണ്ടത്. നിങ്ങൾ ഇത് ഒന്ന് കവർ ചെയ്യുകയാണെങ്കിൽ most of the case you can score full score in microeconomics. ഇനി നമുക്ക് മാക്രോ എക്കണോമിക്സിലേക്ക് പോകാം. മാക്രോ എക്കണോമിക്സിൽ നമുക്കറിയാം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്നാണ്. GDP, GNP, NDP ആ ഒരു ഏരിയ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ, CUETയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്താണ് ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ, 2 സെക്ടർ മോഡൽ, 3 സെക്ടർ മോഡൽ, 4 സെക്ടർ മോഡൽ. അതായത് ഓപ്പൺ ഇക്കോണമി വരെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. നിങ്ങൾ ISLM ഫ്രെയിംവർക്കിലേക്ക് പോകുമ്പോൾ ടിൽ മണ്ടൽ ഫ്ലെമിംഗ് മോഡൽ വരെ എന്നർത്ഥം. അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ, എഫക്റ്റീവ് ഡിമാൻഡ്, ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ തിയറി.
നമുക്ക് നിയോ ക്ലാസിക്കലോ അല്ലെങ്കിൽ ന്യൂ കെയ്നീഷ്യൻ തോട്ടോ ഒന്നും നമുക്കില്ല. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ തിയറി. ഇതും നിങ്ങൾ എന്ത് ചെയ്യണം, ഓൾറെഡി ഡിഗ്രി ലെവലിൽ പഠിച്ചതാണ് ഈ പറയുന്ന എല്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമുക്ക് ഡിഗ്രിയിലെ ഗൈഡ് കൊണ്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് ഇവിടെയും പ്രധാനപ്പെട്ട 2 സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അതായത് ഫോറിൻ ഓതേഴ്സിന്റെ 2 പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ. ഒന്ന് മാക്രോ എക്കണോമിക്സ് ബൈ എൻ ഗ്രിഗറി മാംഗ്യൂ ഓർ ഗ്രിഗറി മാംഗ്യൂ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തിന്റെ വൺ ഓഫ് ഐ തിങ്ക് അഗെയിൻ ഇറ്റ്സ് ലൈക്ക് വേരിയൻ ഇൻ മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സിലെ വൺ ഓഫ് ബെസ്റ്റ് ബുക്ക്. പുസ്തകത്തിന് കുറെ കൺസെപ്ഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മോഡേൺ എക്കണോമിക്സ് ചലഞ്ച് ചെയ്യുന്നത്. സ്റ്റിൽ നമ്മുടെ എൻട്രൻസ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച പുസ്തകങ്ങളിൽ ഒന്നാണ് മാംഗ്യൂവിന്റെ പുസ്തകം. ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൈമറി സോഴ്സ് ആക്കണം. മാക്രോ എക്കണോമിക്സ് പഠിക്കാനുള്ള പ്രൈമറി സോഴ്സ് ആക്കിയിട്ട് നിങ്ങൾ ഗ്രിഗറി മാംഗ്യൂവിന്റെ പുസ്തകം മാറ്റണം. ഞാൻ പറഞ്ഞു വലിയ ലാംഗ്വേജ് കോംപ്ലിക്കേഷൻ ഒന്നും ആ ഒരു പുസ്തകത്തിലില്ല. ഈ പുസ്തകത്തിന്റെ അവസാനവും മാംഗ്യൂവിന്റെ പുസ്തകത്തിന്റെ ലാസ്റ്റും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്ത് പഠിക്കും. ആ ക്വസ്റ്റ്യൻസിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് റിച്ചാർഡ് ടി ഫ്രോയന്റെ മാക്രോ എക്കണോമിക്സ്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ പുസ്തകങ്ങളുടെ ഒക്കെ സോഫ്റ്റ് കോപ്പി നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആ ഒരു വിഷയത്തെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. സോ മാംഗ്യൂവിന്റെ കൂടെ തന്നെ, മാംഗ്യൂ കഴിഞ്ഞിട്ടല്ല നിങ്ങൾ ഫ്രോയനിലേക്ക് പോവേണ്ടത്. കാരണം ഫ്രോയനിൽ ISLM പോലെയുള്ള ചില ഏരിയാസിലെ കണ്ടന്റുകൾ കുറവാണ്. 2-4 പേജിൽ ISLM ഫ്രെയിംവർക്ക് മൊത്തം അവർ കവർ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ മാംഗ്യൂവിന്റെ കേസിൽ ISLMന് ഡിഫറെന്റ് ചാപ്റ്റേഴ്സ് തന്നെ ഉണ്ട്, മണ്ടൽ ഫ്ലെമിംഗ് മോഡൽ അടക്കം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള ഏരിയാസിൽ മാംഗ്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നല്ലത്. മാംഗ്യൂ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് യു ക്യാൻ ഗോ ടു ഫ്രോയൻ. അതർവൈസ് യു ക്യാൻ റീഡ് ഫ്രോയൻ, ദെൻ യു ക്യാൻ ഗോ ടു മാംഗ്യൂ. നിങ്ങൾ സെയിം രണ്ടും പാരലൽ ആയിട്ടാണ് വായിച്ച് പോവേണ്ടത്. ഇതാണ് മാക്രോ എക്കണോമിക്സിന്റെ ഒരു ഏരിയ. ഇനിയുള്ളതാണ് മണി ആൻഡ് ഇൻഫ്ലേഷൻ. നമുക്കറിയാം മണി ആൻഡ് ഇൻഫ്ലേഷനും ആക്ച്വലി മാക്രോ എക്കണോമിക്സിന്റെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ മണി ആൻഡ് ഇൻഫ്ലേഷനും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് മാംഗ്യൂവും ഫ്രോയനും തന്നെയാണ്. നിങ്ങൾ എക്സ്ട്രാ റീഡിങ്ങിലേക്ക് ഒന്നും പോവണ്ട. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണി, മണി മൾട്ടിപ്ലയർ, നമുക്കറിയാം മണി മൾട്ടിപ്ലയറും ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറും രണ്ടും നമ്മുടെ എക്സാമിന്റെ, പ്രത്യേകിച്ച് CUET എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. 2 ക്രെഡിറ്റ് ക്രിയേഷൻ, എങ്ങനെയാണ് ബാങ്കുകൾ, എങ്ങനെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രെഡിറ്റ് ക്രിയേഷൻ ഉണ്ടാക്കുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റോൾസ് എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ റോൾസ് എന്താണ്, ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി, ഫിഷറിന്റെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്താണ്, അതിന് വന്നിട്ടുള്ള അപ്ഡേഷൻസ് ഏതൊക്കെയാണ്. നമുക്ക് ഒറ്റ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി അല്ല ഉള്ളതല്ലേ, തിയറീസ് ഓഫ് മണിയാണ്. നമുക്ക് 2-3 ക്വാണ്ടിറ്റി തിയറീസ് ഓഫ് മണി പഠിക്കാനുണ്ട്. ഈ തിയറീസ് ഒക്കെ നമ്മൾ ഇവിടെ പഠിക്കണം. അതുപോലെ തന്നെ ഫിലിപ്സ് കർവിന്റെ കേസിൽ നമുക്ക് ഷോർട്ട് റൺ ഫിലിപ്സ് കർവും ലോങ് റൺ ഫിലിപ്സ് കർവും ഉണ്ട്. വെർട്ടിക്കൽ ഫിലിപ്സ് കർവും നോർമലി നമ്മൾ പഠിക്കുന്ന ട്രേഡ് ഓഫ് ഉള്ള ഫിലിപ്സ് കർവും ഉണ്ട്. ഈ 2 ഏരിയാസും നമുക്ക് വളരെ തറവായിട്ട് പഠിച്ചു പോകാനുണ്ട്. എഗെയിൻ നിങ്ങൾക്ക് അതിന് മാംഗ്യൂവും പ്ലസ് ഫ്രോയനും മാത്രം പോരാ, അതിന് നമുക്ക് 2-3 എക്സ്ട്രാ മെറ്റീരിയൽസ് കൂടി വേണ്ടി വരും. അത് നമ്മൾ 2-3 പേപ്പേഴ്സ് ആയിട്ട്, റിസർച്ച് പേപ്പേഴ്സ് ആയിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതും നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി വഴി പുറത്തു തരുന്നതാണ്. അതിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ എല്ലാ മെമ്പേഴ്സിനും നമ്മളത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ദെൻ പ്രിപ്പറേഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു മാംഗ്യൂവിന്റെ പുസ്തകം, ദെൻ ഫ്രോയന്റെ പുസ്തകം, ഇത് രണ്ടും മതി. ഇനിയുള്ളതാണ് കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ. ഇതും ആക്ച്വലി മാക്രോ എക്കണോമിക്സിന്റെ ഒരു സബ് പാർട്ട് തന്നെയാണ്, അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സിന്റെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയാസിനും മാംഗ്യൂവും ഫ്രോയനും മതി. പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ്, റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്, ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ്, പ്രധാനപ്പെട്ട 3 കൺസംഷൻ തിയറീസ്. നമുക്കറിയാം അതിനപ്പുറം കൺസംഷൻ തിയറീസ് ഉണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. ഈ 3 കൺസംഷൻ തിയറീസ് എന്താണെന്ന് പഠിച്ചാൽ മതി. അതുപോലെ തന്നെ ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ്, റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെന്ററി ഇൻവെസ്റ്റ്മെന്റ്, 3 ഫോം ഓഫ് ഇൻവെസ്റ്റ്മെന്റുകൾ. ഈ 3 ഫോം ഓഫ് ഇൻവെസ്റ്റ്മെന്റുകളെയും എന്താണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ 3 ഫോം ഓഫ് ഇൻവെസ്റ്റ്മെന്റുകൾ ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഒരു ഇക്കോണമിയിൽ രൂപപ്പെടുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ മൾട്ടിപ്ലെയർ ആൻഡ് ആക്സിലറേറ്റർ തിയറീസ്. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ഇക്കോൺ മോഡൽ, അതായത് നമ്മൾ ISLM ഫ്രെയിംവർക്ക് പഠിച്ച ശേഷം മണ്ടൽ ഫ്ലെമിംഗ് മോഡൽ, ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ കേർവ് വരുന്നത്, ഇൻവെസ്റ്റ്മെന്റ് സേവിംഗ് കേർവ്, മണി കേർവ്, ഇത് 3ഉം നമ്മൾ ഒരുമിച്ച് പഠിക്കുന്ന ഓപ്പൺ ഇക്കോണമി മോഡൽ. ഇതിനുശേഷം, അതായത് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇന്റർനാഷണൽ എക്കണോമിക്സിന്റെ ചെറിയൊരു ഏരിയ കൂടി വരുന്നുണ്ട്. ബാലൻസ് ഓഫ് പേയ്മെന്റ്, എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ. നമുക്കറിയാം ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. ഈ 3 പ്രധാനപ്പെട്ട എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻസ് തമ്മിലുള്ള ഡിഫറൻസ്, ഏതാണ്, ഏത് ഇക്കോണമിക്കാണ് നല്ലത്,
പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി, PPP തിയറി എങ്ങനെയാണ് വരുന്നത്, ഇത് നമ്മൾ ഇതിൽ പഠിക്കും. ഇനി ഇക്കണോമിക് ഗ്രോത്തിന്റെ കേസിൽ നമ്മൾ ഹാരോൾഡ് ഡോമർ മോഡലും സോളോ മോഡലും, നമുക്കറിയാം ഡെവലപ്മെന്റ് തിയറീസിലും അതുപോലെ തന്നെ ഗ്രോത്ത് തിയറീസിലും നമുക്ക് ഇഷ്ടം പോലെ തിയറീസ് പഠിക്കാനുണ്ട്. നമുക്ക് കാര്യമായിട്ട് ഇവിടെ ഉള്ളത് രണ്ട് സോളോ മോഡൽ. അതിനും നിങ്ങൾക്ക് മാങ്കിയും ഫ്രോയനും പോരാ, അതിനപ്പുറത്തേക്ക് 2-3 ഏരിയസിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട്. പക്ഷെ പ്രൈമറിലി നിങ്ങൾ ഇവിടെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടത് മാക്രോ എക്കണോമിക്സ്, അതായത് വേരിയന്റെയും മാങ്കിവിന്റെയും ഫ്രോയന്റെയും മാക്രോ എക്കണോമിക്സ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്താൽ മതി. ഇനിയുള്ളതാണ് നമുക്കൊന്നും താല്പര്യം ഇല്ലാത്തൊരു ഏരിയയിലേക്ക് പോകുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ മീന്, മീഡിയൻ, മോഡ്, അതുപോലെ തന്നെ ഡിസ്പേർഷൻ, സ്ക്യൂനെസ്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, ആവറേജ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേഷൻ, ഇതുവരെ ഉള്ളതിന്, അതായത് മീന് മുതൽ കോറിലേഷൻ വരെ ഉള്ളതിന് നിങ്ങൾ ആദ്യം വായിക്കേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്കാണ്. +1 എക്കണോമിക്സിലെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ പറയുന്ന എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് അത് സിമ്പിൾ ലീനിയർ റിഗ്രഷനും മൾട്ടി റിഗ്രഷനും വേണം. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, സാമ്പിളിങ്, ഈ 3 കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടത്. നമുക്കതിനെ ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് വായിക്കണം. ഒരു മിനിറ്റ്, സ്ക്രീനിൽ ജസ്റ്റ് ഒരു വന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ബേസിക്കലി എടുക്കേണ്ടത് നിങ്ങൾ ആദ്യം ബേസിക്കലി എടുക്കേണ്ട ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങളെ NCERT. ഓക്കെ, ഡെഫിനറ്റ്ലി മാധവി, ഐ വിൽ ഷെയർ ദ PPT. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ +1 എക്കണോമിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ. +1 നമുക്കറിയാം 2 പാർട്ടാണ് NCERT ഉള്ളത് അല്ലെ. ഒന്ന് ഇന്ത്യൻ ഇക്കോണമി ഉണ്ട്, 2 സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പാർട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി വായിക്കണം. അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മീനും, മീഡിയനും, മോഡും, ഡിസ്പേർഷൻ, സ്ക്യൂനെസ്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, ആവറേജ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടിൽ കോറിലേഷൻ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാവും. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇതൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സും എക്കണോമെട്രിക്സും ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് everyone should start from the basic. നിങ്ങൾക്ക് എന്തറിയാന്നുണ്ടെങ്കിലും നിങ്ങൾ ബേസിക്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. സോ നിങ്ങൾക്ക് +1 സ്റ്റാറ്റിസ്റ്റിക്സ് കവർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ മൂവ് ടു യുവർ QT ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾ കേരളത്തിൽ പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, QT നിങ്ങളെ യൂണിവേഴ്സിറ്റി തരുന്നത്. നിങ്ങൾക്ക് QT ബുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാം. നിങ്ങൾക്ക് അത് നിങ്ങളുടെ 5th സെമ്മിനെയും 6th സെമ്മിനെയും ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊക്കെ ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസ് നിങ്ങൾ 5th സെമ്മിലായിരിക്കും, ഡിഗ്രി 3rd ഇയർ ആണെങ്കിൽ. അതല്ല ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് കവർ ചെയ്ത് പോകുന്ന ആളുകളായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അവിടെ പഠിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും QTയുടെയും ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യാൻ പറ്റും ഈ ഏരിയാസിൽ നിന്ന്. അടുത്തതായിട്ട് നമുക്ക് എല്ലാ വിഷയത്തിലും നമുക്ക് സ്റ്റാൻഡേർഡ് ബുക്ക് ഉണ്ടാവും. അതുപോലെ ഇവിടെയുള്ള സ്റ്റാൻഡേർഡ് ബുക്കാണ് ഒന്ന് SC ഗുപ്തയുടെ ഫണ്ടമെന്റൽസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. SC ഗുപ്തയുടെ ഫണ്ടമെന്റൽസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതിന്റെയും PDF ഞങ്ങൾ സോഫ്റ്റ് കോപ്പി തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയായി ഷെയർ ചെയ്യും. രണ്ടാമത്താണ് സഷാം ഔട്ട്ലൈനിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അത് അവർക്ക് കുറെ ഒരു സീരീസ് ഓഫ് ബുക്സ് ഉണ്ട്. നിങ്ങൾ ആ ഒരു ബുക്സ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി എക്സ്പ്ലോർ ദിസ് സഷാം ഔട്ട്ലൈൻസ് ടെക്സ്റ്റ് ബുക്ക്. അത് എക്കണോമിക്സിലാവട്ടെ, നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അവർക്ക് ഇഷ്ടം പോലെ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലും സ്റ്റാറ്റിസ്റ്റിക്സിലും അതുപോലെ തന്നെ പ്യുവർ എക്കണോമിക്സിലും മൈക്രോ എക്കണോമിക്സിലും മാക്രോ എക്കണോമിക്സിലും ഒക്കെ സഷാം ഔട്ട്ലൈനിന് നിരവധി പുസ്തകങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എൻട്രൻസിന്റെ കേസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ മൈക്രോയും മാക്രോയിലൊക്കെ വേരിയനും മാങ്കിയും ഒക്കെ പറഞ്ഞ പോലെ തന്നെ യു ക്യാൻ ഡിപ്പെൻഡ് ഓൺ സഷാം ഔട്ട്ലൈൻ ടെക്സ്റ്റ് ബുക്സ്. സോ സ്റ്റാറ്റിസ്റ്റിക്സിൽ വൺ ഓഫ് ബെസ്റ്റ് ആണ് നിങ്ങൾക്ക്. അതുപോലെ ബേസിക് എക്കണോമെട്രിക്സ്, നിങ്ങൾ ഓൾറെഡി എക്കണോമെട്രിക്സ് സ്റ്റാർട്ട് ചെയ്ത ആളുകൾ ഉണ്ടാവും. കേരളത്തിൽ എക്കണോമെട്രിക്സ് ഇല്ലാത്ത ചില കോളേജുകളും യൂണിവേഴ്സിറ്റീസ് ഉള്ളത് കൊണ്ട് UGക്ക് അത് പഠിക്കാത്ത ആളുകൾ ഉണ്ടാവും. വാട്ട് എവർ എക്കണോമെട്രിക്സ് സിംപ്ലി ആൻഡ് അപ്ലൈഡ് വേർഷൻ ഓഫ് എക്കണോമെട്രിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് എക്കണോമിക്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ കേസിൽ നിങ്ങൾക്ക് എക്കണോമെട്രിക്സിന്റെ ദാമോദർ എൻ ഗുജറാത്തിയുടെ ബേസിക് എക്കണോമെട്രിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് കൂടി യൂസ് ചെയ്യാൻ പറ്റും. കാരണം അതിന്റെ ഒരു കേസ് കാരണം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ പലപ്പോഴും
പ്യുവർ സ്റ്റാറ്റിസ്റ്റിക്സ് ചോദിക്കാതെ നമുക്ക് മോസ്റ്റ് ഓഫ് ദ കേസ് നമുക്ക് അപ്ലൈഡ് ലെവൽ സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എക്കണോമെട്രിക്സിന്റെ പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞത്. യു ക്യാൻ സ്റ്റാർട്ട് റീഡ് ബേസിക് ഇക്കണോമെട്രിക്സ് ബൈ ദാമോദർ എൻ ഗുജറാത്തി. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യൂറീസ് ഒക്കെ ചാറ്റ് ബോക്സിൽ ഇടട്ടോ. ഞാൻ ജസ്റ്റ് നമ്മുടെ പ്രസന്റേഷൻ കഴിഞ്ഞാൽ we can move to our curious discussion. Okay, so mathematical മെത്തേഡിൽ നമുക്കുള്ളത് പ്രധാനമായിട്ടും സെറ്റ്, വെക്ടർ, അതുപോലെ തന്നെ ഫംഗ്ഷൻസ്, റിയൽ വേരിയബിൾസ്, സിംഗിൾ വേരിയബിളും അതുപോലെ തന്നെ റിയൽ വേരിയബിൾസിന്റെ മൾട്ടി വേരിയബിളുടെയും ഒപ്റ്റിമൈസേഷൻ, ഇന്റഗ്രേഷൻ, ഡിഫറൻസ് ഇക്വേഷൻ, ഡിറ്റർമിനേഷൻ ഓഫ് മെട്രിക്സ്, ലീനിയർ പ്രോഗ്രാമിംഗ്, പ്രോബബിലിറ്റി, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിലെ പല സാധനങ്ങൾക്കും പല ഏരിയാസിലും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്വശാം ഔട്ട്ലൈൻ്റെയും അതുപോലെ തന്നെ SC ഗുപ്തയുടെയും പുസ്തകങ്ങൾ തന്നെ യൂസ് ചെയ്യും. നമുക്ക് മാത്തമാറ്റിക്സിന് ആൽഫ ചിയാങ് എന്ന് പറയുന്ന ഒരു ഓതർ ഉണ്ട്. അവരുടെ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിന്റെ ബുക്ക് വൺ ഓഫ് ബെസ്റ്റ്. നിങ്ങൾക്ക് സ്വയം വായിച്ചാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കോളേജുകളിലെ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് അതെ ഇത് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടാണ് 75 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ടമെന്റൽസ് ഓഫ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ആൽഫ ചിയാങ് അതിന്റെയും PDF സോഫ്റ്റ് കോപ്പി നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാൾ പി സൈമന്റെയും ബ്ലമ്മിന്റെയും നമുക്ക് മാത്തമാറ്റിക്സ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഫോർ എക്കണോമിസ്റ്റ്. നിങ്ങൾക്ക് again അതും എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. രണ്ടും നല്ല പുസ്തകങ്ങളാണ്. അത് കൂടാതെ നിങ്ങൾ ലെക്ചേഴ്സ് മാത്തമാറ്റിക്സിനൊക്കെ നിങ്ങൾ സ്വയം പഠിക്കുന്നതിനേക്കാൾ ബെറ്റർ നിങ്ങൾ ലെക്ചേഴ്സിലേക്ക് കൂടി പോകുമ്പോഴാണ്. ഇനി ഇപ്പൊ ഈ പറഞ്ഞതിനൊക്കെ നമുക്ക് എന്തുണ്ട്? ഒരു ഔട്ട് ഓഫ് ബോക്സ് ക്വസ്റ്റ്യൻസ് പൊതുവെ മൈക്രോയിൽ നിന്നോ മാക്രോയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത മാത്തിൽ നിന്നോ സ്റ്റാറ്റിൽ നിന്നോ ഉണ്ടാവാറില്ല. പക്ഷെ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ അവോയ്ഡ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് ഇന്ത്യൻ ഇക്കോണമി അല്ലെ, നമുക്ക് അറിയാം എന്നുള്ള രൂപത്തിൽ. പക്ഷേ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇന്ത്യൻ ഇക്കോണമിയിൽ നിന്നാണ്. നിങ്ങൾക്ക് ഒരു 5 or 6 ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ ഇക്കോണമിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ കറന്റ് അഫയേഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇപ്പോൾ റീസെന്റ് ബജറ്റ് വന്നു 2024 ഏകദേശം ഒരു മാസം ആവുന്നേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇപ്പോഴാണ് CUET എഴുതുന്നത് എന്നുണ്ടെങ്കിൽ യു ഷുഡ് റീഡ് ബജറ്റിൽ നിന്ന് 2 or 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി 2025 നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ബജറ്റ് റിലീസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ബജറ്റാണ് 2024 ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള ബജറ്റ്. നിങ്ങൾ ഇപ്പോഴേ ബജറ്റ് വായിച്ചു തുടങ്ങണം എന്നർത്ഥം. ഫസ്റ്റ് മാക്രോ ട്രെൻഡ് ആണ്. നാഷണൽ ഇൻകത്തിലെ ഇന്ത്യയുടെ ട്രെൻഡ് എന്താണ്? പോപ്പുലേഷൻ ഗ്രോത്ത് ആണോ പോപ്പുലേഷൻ സർജ് ആണോ ഉള്ളത്? ഒക്യുപേഷണൽ സ്ട്രക്ചറിൽ അതായത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അതിന്റെയൊക്കെ GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എത്രയാണ്? ഈ ഒരു സ്ട്രക്ചർ. 2 അഗ്രികൾച്ചർ സെക്ടറിൽ നമുക്ക് പഠിക്കാൻ അഗ്രികൾച്ചർ. കാരണം ഇന്ത്യ എന്താണ്? പ്രൈമറിലി ഒരു അഗ്രേറിയൻ സെക്ടർ ആണ്. ഡ്യൂറിങ് ഇൻഡിപെൻഡൻസ്, ബിഫോർ ഇൻഡിപെൻഡൻസ്, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്റ്റിൽ മെജോറിറ്റി ഓഫ് ദ വർക്ക് ഫോഴ്സ് ആർ ഡൂയിങ് വർക്ക് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ സെക്ടറിലെ അതിലെ പ്രൊഡക്ടിവിറ്റി, ഫാമിൻ, റെയിൽവേ ഇൻഡസ്ട്രി, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു ഏരിയയിൽ പഠിക്കാനുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് കൊമേഴ്സ്, ടെക്നോളജി, ട്രാൻസ്പോർട്ടേഷൻ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോഴാണ് റെയിൽവേ ഇൻഡസ്ട്രീസ്, ഇൻഡസ്ട്രിയലൈസേഷൻ ഡിബേറ്റ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പോളിസികളുടെ എവല്യൂഷൻ, ഇൻഡസ്ട്രിയലൈസേഷന്, അതുപോലെ യുദ്ധ സമയത്ത് നടക്കുന്ന വിഷയങ്ങൾ, ഇതൊക്കെ നമുക്ക് എന്താണ് സ്റ്റിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രി നിലവിൽ ഇന്ത്യയാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ പുറകോട്ട് പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ റീസൺ ഇക്കണോമിക്കൽ സ്റ്റഡി നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കൊളോണിയൽ പീരീഡിലെ ബ്രിട്ടീഷ് പീരീഡിലെ ഇന്ത്യക്ക് എന്താണ് സംഭവിച്ചത്? അതിൽ നമ്മൾ 3 പ്രധാനപ്പെട്ട തിയറീസ് ഉണ്ട്. അതായത് ഡ്രെയിൻ ബെൽറ്റ് തിയറി പോലെ ദാദാഭായ് നവറോജിയുടെ, അതുപോലെ ആ സമയത്തുള്ള നമ്മുടെ ട്രേഡുകൾ, നമ്മൾ കരകൗശല വസ്തുക്കളുടെയൊക്കെ വിഷയങ്ങളൊക്കെ പറയും. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ കടത്തിക്കൊണ്ടുപോയ കാര്യങ്ങൾ, അവർ എങ്ങനെയാണ് ഇന്ത്യ ഒരു പ്രൈമറി ഒരു ഇൻപുട്ട് കൺട്രി മാത്രമാക്കി മാറ്റിയത്. ഇതിനൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പ്ലസ് ന്യൂ ഇക്കണോമിക് പോളിസി, അതായത് 1991 ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പീരീഡ് ആവട്ടെ, അല്ല അതിനുശേഷം വരുന്ന റീസെന്റ് നമ്മുടെ ഗവൺമെന്റിലെ ചില പോളിസികൾക്ക് വന്നിട്ടുള്ള ചേഞ്ച്, ഇൻഡസ്ട്രിയലൈസേഷൻ, അല്ലെങ്കിൽ പബ്ലിക് പ്രോപ്പർട്ടീസിനെ അവരെന്താ ചെയ്യുന്നത്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെ നമുക്ക് മാക്രോ ട്രെൻഡിൽ തന്നെ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് 1 രമേശ് സിംഗിന്റെ ഇന്ത്യൻ ഇക്കോണമി, 2 വിവേക് സിംഗിന്റെ ഇന്ത്യൻ ഇക്കോണമി. ഇത് രണ്ടിന്റെയും
അതുപോലെ തന്നെ നമുക്ക് ലെക്ചർ നോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്, അതും നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി വഴി തന്നെ കൊടുക്കും. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, പ്രധാനമായിട്ടും ഇന്ത്യൻ എക്സ്പ്രസും ഫിനാൻഷ്യൽ എക്സ്പ്രസും നിങ്ങൾ മസ്റ്റായിട്ടും, നിങ്ങൾ 2025 CUET-ക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോഴേ അത് വായിച്ചു തുടങ്ങണം. എന്നാലേ നിങ്ങൾക്ക് ആ ഒരു സമയമാകുമ്പോഴേക്ക് നമുക്ക് വലിയൊരു റിസ്ക് ഇല്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി ഏറ്റവും അവസാനത്തെ ഏരിയയിൽപ്പെട്ട ഒന്നാണ് പബ്ലിക് എക്കണോമിക്സ്. പബ്ലിക് എക്കണോമിക്സിൽ നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ പബ്ലിക് പ്രൈവറ്റ് ഗുഡ്സ് തമ്മിലുള്ള ഡിഫറൻസ്, എക്സ്റ്റേണാലിറ്റീസ്. ഈ എക്സ്റ്റേണാലിറ്റീസ് ആണ്, കാരണം പബ്ലിക് പ്രൈവറ്റ് ഗുഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും നമുക്ക് വലിയ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം എക്സ്റ്റേണാലിറ്റിന്റെ കേസിൽ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ഒക്കെ നിങ്ങളെ ഒരു കൺഫ്യൂസ്ഡ് ആക്കുന്ന രൂപത്തിൽ പലപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ബജറ്റ്, ഇവിടെയാണ് നമ്മൾ ഇന്ത്യൻ ഇക്കോണമിയിലും പബ്ലിക് എക്കണോമിക്സിലും മാക്രോ എക്കണോമിക്സിലും ഒരുപോലെ ബജറ്റിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇവിടെ നിന്നൊക്കെ ബജറ്റിന്റെ കമ്പോണൻസ് അല്ലെങ്കിൽ ബജറ്റിന്റെ എക്കണോമിക്കലി ബജറ്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ബജറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ ഡെഫിസിറ്റ് ഫിനാൻസിങ്, പബ്ലിക് ഡെപ്റ്റ്, ഫിസ്ക്കൽ ഫെഡറലിസം എങ്ങനെയാണ് ഇന്ത്യയിൽ വർക്ക് ആവുന്നത്, ഇതിനൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ നമുക്കിതിനെ പറ്റിയിട്ടൊക്കെ ഇത് മിനിമം പൊളിറ്റിക്കൽ ധാരണ ഉണ്ടായിരിക്കണം. ആ ഒരു ഏരിയയിലേക്കും കൂടി നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷനെ നമ്മൾ കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ ഈ ഒരു പഠിച്ച എക്കണോമിക്സ് നമുക്ക് ഉപകാരമുള്ളൂ. ഇനി പബ്ലിക് എക്കണോമിക്സിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ വരുന്ന ഒന്നാണ് ടാക്സേഷൻ പോളിസീസ്. ടാക്സ് എന്താണ്, ടാക്സ് അതിന്റെ എക്കണോമിക് എഫക്റ്റുകൾ എന്തൊക്കെയാണ്, അതുപോലെ ഡെഡ് വെയ്റ്റ് ലോസ്, അതുപോലെ തന്നെ എഫിഷ്യൻസി, ഇക്വിറ്റി കൺസിഡറേഷൻ, ടാക്സ് ഇൻസിഡൻസ്, ഒപ്റ്റിമൽ ടാക്സേഷൻ, ഈ ഏരിയാസ് ആണ് ടാക്സേഷനിൽ വരുന്നത്. ഞാൻ ഇവിടെ റെഫറൻസ് പറയാതിരുന്നത് പബ്ലിക് എക്കണോമിക്സിന്റെ ഒരു പാർട്ടായി തന്നെയാണ് ടാക്സേഷൻ വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ വരുന്ന ഒരു ബുക്കാണ് മസ്ഗ്രേവ് ആൻഡ് മസ്ഗ്രേവ് എന്ന് നമ്മൾ പറയും, അതായത് പബ്ലിക് ഫിനാൻസ് ഇൻ, അത് മസ്ഗ്രേവ് ആൻഡ് മസ്ഗ്രേവ് എന്ന് പറയുന്ന രണ്ടാളുകൾ എഴുതിയൊരു പുസ്തകമാണ്. അതിൻ്റെയും സോഫ്റ്റ് കോപ്പി നമ്മൾ കൊടുക്കും. അപ്പൊ ഈ ഒരു ഏത് വിഷയത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പരമാവധി സിലബസ് കവർ ചെയ്ത് തറവാക്കിയിട്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ്. ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യൻ ഇക്കോണമിയിൽ നിന്ന് മാത്രമാണ്. മൈക്രോയിൽ നിന്നോ മാക്രോയിൽ നിന്നോ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒബ്സർവ് ചെയ്യാറില്ല. ഇനി നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് 2-3 സ്ട്രാറ്റജീസ് പറയാം. ഒന്ന്, ഈച്ച് ടോപ്പിക് ഇൻ ദ സിലബസ് യു ഷുഡ് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വെരി തറോലി. വെരി തറോലി മീൻസ് വെരി തറോലി. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ ഒരു 5th സെമ്മിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ 6th സെമ്മിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, ഇഫ് യു റീഡ് ദീസ് books, standard books, if you are familiar with these words in economics, definitely you can score very well in your semester exam also. നിങ്ങളുടെ സെമസ്റ്റർ എക്സാമുകളിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾ ഈ ഒരു കാര്യം ഇവിടെ മാത്രമല്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നർത്ഥം. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി എഫക്ട് യുവർ സെമസ്റ്റർ എക്സാംസ്. സോ നിങ്ങൾക്ക് അതും ഇതും പാരലൽ ആയി തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഒന്ന്, ഫസ്റ്റത്തെ മുട്ട് നനയാതെ മീൻ പിടിക്കാൻ പറ്റില്ല എന്ന്. അതുപോലെ വിത്തൗട്ട് ഹാർഡ് വർക്ക് ദർ ഇസ് നത്തിങ്. JNU ഇല്ല, ഹൈദരാബാദ് ഇല്ല, പോണ്ടിച്ചേരി ഇല്ല, IGNT ഇല്ല, ഒന്നുമില്ല. യു ഷുഡ് വർക്ക് വെരി ഹാർഡ്. സോ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ ടൈം കണ്ടെത്തി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ സിലബസിലുള്ള എല്ലാ ടോപ്പിക്കുകളും ഡെഫിനറ്റ്ലി വായിച്ച് പഠിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നിങ്ങൾ സിലബസ് കവർ ചെയ്യണം എന്നർത്ഥം. ഓക്കെ, ക്യൂറീസ് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം. വി വിൽ cover those queries. Okay, then practice MCQ questions, multiple choice questions as much as possible. നിങ്ങൾ എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്കൊക്കെ മൈക്രോ എക്കണോമിക്സിലെ A+ഉം മാക്രോ എക്കണോമിക്സിലെ A+ഉം സ്റ്റാറ്റിസ്റ്റിക്സിലെ A+ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അവിടെയൊക്കെ നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റീസ് തരുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലെ കോർപ്പറേറ്റീവ് ഇറക്കുന്ന ഒരു ഗൈഡ് ഉണ്ടാവും. ആ ഗൈഡിനുള്ള ക്വസ്റ്റ്യൻസ്, ഗൈഡിലുള്ള സിലബസ് ഫ്രെയിം വർക്ക് ഉണ്ടാവും. നമ്മൾ കാണാതെ പഠിച്ചു പോയി എഴുതുകയാണ്. നമുക്ക് ആ തിയറിയുടെ ഒരു ക്രക്സോ അല്ലെങ്കിൽ തിയറി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, നമുക്കങ്ങ് എഴുതി പോയാൽ മതി. പക്ഷേ എൻട്രൻസ് എക്സാം അങ്ങനെയല്ല, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 120 മിനിറ്റിന്റെ ഉള്ളിൽ 115 മിനിറ്റ് കൊണ്ട് നിങ്ങൾ 75 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യണം. അതായത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാക്സിമം കിട്ടുക 1.5 മിനിറ്റ് ആണ്. 1.5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻസിൽ നിന്ന് 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പിക്ക് ചെയ്യണം. സോ നിങ്ങൾക്ക് എന്ത് വേണം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ധാരണ വേണം. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ഒന്ന്, നമ്മൾ എക്കോ ഡൊമൈൻ കമ്മ്യൂണിറ്റി 10
നിത്യവും 10 നമ്മുടെ എക്കോ ഡൊമൈൻ കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരാൾക്കും 10 ക്വസ്റ്റ്യൻസ് ദിവസവും വിത്ത് ആൻസർ കീ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മിനിമം അതെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യണം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് അതെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ MCQസിന്റെ ഒരുപാട് ടെക്സ്റ്റ് ബുക്ക് ഗൈഡുകൾ അവൈലബിൾ ആണ്. ഒബ്ജക്റ്റീവ് എക്കണോമിക്സ് ഫോർ കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. അല്ലെങ്കിൽ അതിന്റെ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. ഒരു 300 രൂപയൊക്കെ കൊടുത്ത MCQസിലെ ക്വസ്റ്റ്യൻസ് പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടും. അതുപോലെ തന്നെ UGCയുടെ എക്കണോമിക്സിന്റെ നെറ്റ് പുസ്തകം, UGC നെറ്റ് എന്ന് പറയുന്ന എക്സാം ഉണ്ട്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. അത് പാസ്സാവുമ്പോഴാണ് ഒരാൾക്ക് ഒരു കോളേജിൽ പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ആവുക. അപ്പൊ ആ പുസ്തകത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് MCQs മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത് എല്ലാ ഏരിയയിൽ നിന്നും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വാങ്ങിക്കാം. ഒരു 700 രൂപയൊക്കെയാണ് ഒരു UGC നെറ്റ് പുസ്തകത്തിന് ഉണ്ടാവുക. യു ക്യാൻ ബൈ ഇഫ് യു ക്യാൻ. ഞാൻ കമ്പൽ ചെയ്യല്ല, യു ക്യാൻ ബൈ ഇഫ് യു ക്യാൻ. ഓക്കെ. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, PYQസിന്റെ കേസിൽ നമുക്ക് PYQസിൽ ഒന്ന് CUET കേസ് എന്ന് പറഞ്ഞാൽ CUET സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3 വർഷം ആവുന്നേ ഉള്ളൂ. അതിനു മുമ്പ് CU സെറ്റ് എന്ന് പറയുന്ന എക്സാം ഉണ്ടായിരുന്നത്. CU സെറ്റിലാണെങ്കിൽ ആ സമയത്തുള്ള പ്രധാനപ്പെട്ട ഒരു 14 യൂണിവേഴ്സിറ്റീസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ്, JNU എല്ലാ യൂണിവേഴ്സിറ്റീസും സെപ്പറേറ്റ്ലി ജാമിയ, അലിഗഡ് ഒക്കെ ഇന്ന് നടത്തുന്ന പോലെ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമുകളാണ് നടത്തുന്നത്. അപ്പോൾ ആ എക്സാമിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. If you search in Hyderabad University website, you can find, I think, from 2011 to 2020, 2011 മുതൽ 2020 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പോണ്ടിച്ചേരിയുടെ ലൈബ്രറി വെബ്സൈറ്റിൽ കയറിയാലും നിങ്ങൾക്കും 2020 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത് CUETയുടെ എന്നല്ല, എക്കണോമിക്സുമായി റിലേറ്റ് ചെയ്ത എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ പറ്റുന്നുണ്ടോ, യു ഷുഡ് ഡു ദാറ്റ്. ഈവൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് എക്കണോമിക്സ് MCQs എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പോലും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉള്ള ആപ്പുകൾ അവൈലബിൾ ആണ്. വളരെ ക്വാളിറ്റി കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. വാട്ട് എവർ യു ക്യാൻ ഡു ഇൻ യുവർ ഫ്രീ ടൈംസ്. ഓക്കെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും, നമ്മളത് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ക്യൂറീസിലേക്ക് പോകാം. ഇനി ക്യൂറീസുള്ള ജസ്റ്റ് ഒന്ന് നിങ്ങളെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ആൻസർ. Okay, I'm going to your query session. And first തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഒന്ന് 70 നമുക്ക് ടോട്ടൽ നമ്മുടെ എക്കണോമിക്സിനുള്ളത്. സബ്ജക്റ്റ് എന്ന് 75 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ആ 75 ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്യണം. ആ 75 ക്വസ്റ്റ്യൻസും നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്യണം. കാരണം അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം എൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നെഗറ്റീവ് മാർക്കിന്റെ ഒരു കേസ് ഉണ്ട് എന്നർത്ഥം. 2, എക്സാം ഫെബ്രുവരിയിലാണോ മാർച്ചിലാണെന്നുള്ളത് അല്ലേ? മാർച്ച് 2nd വീക്കിലാണ് നോർമലി എക്സാമുകൾ ഉണ്ടാവാറുള്ളത്. അത് കൊറോണ ടൈമിലൊക്കെ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് അങ്ങനത്തെ അല്ലെങ്കിൽ ഫ്ലഡോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നാഷണൽ എമർജൻസിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ മാറ്റം വരുള്ളൂ. നിലവിൽ മാർച്ച് മാസത്തിലാണ് ഉണ്ടാവുക. 2, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ എക്കണോമിക്സ് മാനേജ്മെന്റ് ആണോ? അല്ല, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ എക്കണോമിക്സ് സ്കൂൾ ഓഫ് മാനേജ്മെന്റിന്റെ കീഴിലാണ് ഉള്ളത്. സ്കൂൾ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നൊരു സ്കൂൾ ഉണ്ട്. അതിന്റെ കീഴിലാണ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. അത് പ്യുവർ എക്കണോമിക്സ് തന്നെയാണ്. അപ്ലൈഡ് എക്കണോമിക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് വീണ്ടും അഗൈൻ പ്യുവർ എക്കണോമിക്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രശ്നമല്ല, അത് മാനേജ്മെന്റ് അല്ല, പ്യുവർ എക്കണോമിക്സ് തന്നെയാണ്. പിൻഡിക്കിന് റെഫർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്ക് പിൻഡിക്ക് മാത്രം റെഫർ ചെയ്യാം. പക്ഷെ എൻട്രൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവില്
ചില ഏരിയാസ് പിൻഡിക്കിൽ മിസ്സിംഗ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പിൻഡിക്കിന്റെ കൂടെ പിൻഡിക്ക് ഓക്കെ ആണ്, യു ക്യാൻ ഗോ വിത്ത് പിൻഡിക്, നോ ഇഷ്യൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, വേരിയൻ കൂടി ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കണം, അറ്റ്ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. നിങ്ങൾ പിൻഡിക്കൊക്കെ ഓൾറെഡി വായിച്ചു തുടങ്ങിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ മൈക്രോയിൽ എത്രത്തോളം ഡെപ്ത് ഉണ്ട് സബ്ജക്റ്റിന് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ പിൻഡിക്ക് വായിക്കുന്ന സമയത്ത് എനിക്ക് ഈ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ മൈക്രോയിലെ ഈ ഏരിയയിൽ ഇത്ര പോരാ എന്ന് തോന്നുകയാണെങ്കിൽ you should read variant for that kind of areas, or you can read HL Ahuja. Ahuja ഒരിക്കലും സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് അല്ല കേട്ടോ, അത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഒരു പ്രൊഫസർ എഴുതിയ പുസ്തകമാണ് HL Ahuja. പക്ഷെ സ്റ്റിൽ കേരളത്തിലെ കുട്ടികളെ സംബന്ധിച്ച് HL Ahuja ഒരു കൺസെപ്ഷ്യൽ ക്ലാരിറ്റിയുടെ കേസിൽ വലിയ ഒരു കേരിയാണ് തരുന്നത്. MA എക്കണോമിക്സ് അല്ല, അപ്ലൈഡ് എക്കണോമിക്സും നോർമൽ എക്കണോമിക്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. അത് പഴയ കാലത്തൊക്കെ ഈ എക്കണോമെട്രിക്സ് പോലുള്ള ക്വാണ്ടിറ്റേറ്റീവ് സബ്ജക്റ്റുകൾ കേരളത്തിൽ ഇല്ല. കേരളത്തിൽ എക്കണോമെട്രിക്സ് ഒക്കെ എനിക്ക് തോന്നുന്നത് യൂണിവേഴ്സിറ്റി ലെവലിൽ സബ്ജക്റ്റ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ചായിട്ടേ ഉള്ളൂ. ഓക്കെ, ഇതിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്തേ ഫവാസ് എന്നുള്ളതിലേക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാതെ പബ്ലിക് ആക്കിയിട്ട് അയക്കൂട്ടോ, കാരണം പേഴ്സണൽ മെസ്സേജിൽ എനിക്കിപ്പോൾ ആക്സസ് ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു സംശയം, അതായത് അപ്ലൈഡ് എക്കണോമിക്സും പ്യുവർ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം, ആക്ച്വലി നിലവിൽ അത് രണ്ടും തമ്മിലൊരു വ്യത്യാസവും ഇല്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, പഴയ കാലത്ത് ക്വാണ്ടിറ്റേറ്റീവ് ഉള്ള എക്കണോമിക്സിനെയാണ് നമ്മൾ അപ്ലൈഡ് എക്കണോമിക്സ് എന്ന് പറയാറുള്ളത്. ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റീസിലും ക്വാണ്ടിറ്റേറ്റീവ് പേപ്പേഴ്സ് ഉണ്ട്, എക്കണോമെട്രിക്സ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഈവൻ ക്വാണ്ടിറ്റേറ്റീവ് ഏരിയാസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പാക്കേജുകൾ വരെ ഇന്ന് യൂണിവേഴ്സിറ്റിയുടെ കരിക്കുലത്തിലുണ്ട്. സ്റ്റാറ്റ, RSPSS പോലെയുള്ള സോഫ്റ്റ്വെയർസ് കൂടി അവർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നിലവിൽ എല്ലാ സിലബസുകളും അപ്ലൈഡ് ആണ്. ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിനേക്കാളും ബെറ്റർ IIT MA എക്കണോമിക്സ് ആണെന്നൊരു ഒപ്പീനിയൻ കേട്ടു. വിച്ച് ഇസ് വൺ ഈസ് ബെറ്റർ? ഡെഫിനറ്റ്ലി IIT ആണ് ബെറ്റർ, ഡെഫിനറ്റ്ലി IIT ആണ് ബെറ്റർ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിനേക്കാൾ. പക്ഷെ നിങ്ങൾ മൈക്രോ എക്കണോമിക്സ് പോലെയുള്ള ചില ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ടു ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ്. അഗൈൻ ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ, പേഴ്സൺ ടു പേഴ്സൺ ഈ ഒരു ക്വസ്റ്റ്യൻ മാറും, ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആണോ IIT ആണോ ബെറ്റർ എന്നുള്ളത്. നിങ്ങൾ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഒക്കെ എയിം ചെയ്യുന്ന ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സർവൈവിംഗ് ഇൻ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഈസ് എ ബിഗ് ടാസ്ക് ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി ക്വാണ്ടിറ്റേറ്റീവ്. നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സിൽ അത്ര ഓക്കെ അല്ലെങ്കിൽ യു ഷുഡ് റീകൺസിഡർ യുവർ ഓപ്ഷൻ. കാരണം നമുക്ക് എൻ്റെ തന്നെ അനുഭവം കൊണ്ട് പറയാണ്, ഞാൻ നിരുത്സാഹപ്പെടുത്തല്ല കേട്ടോ, നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ്ലി അത്രയും. Can you please ask the queries again in chat box? We can continue, I think. Okay, you guys can ask the queries right now. Almost semester fees, it's depend upon the university. Like if you're choosing JNU, the semester fees will be very less. JNU like very less ആണ്. പക്ഷെ അതേ സമയം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വേറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം തന്നെ പറയാം. DSCനെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യട്ടോ. ഞാൻ സിമ്പിൾ ആയിട്ട് ഉദാഹരണം പറയാം. പോണ്ടിച്ചേരിയിൽ നമുക്ക് സെമസ്റ്റർ ഫീസ് അത്യാവശ്യമുണ്ട്. അതായത് ഫസ്റ്റ് സെമസ്റ്ററിൽ അറൌണ്ട് 20,000, മോർ ദാൻ 20,000 നിങ്ങൾക്ക് സെമസ്റ്റർ ഫീസ് ഉണ്ട്. ഹോസ്റ്റൽ ഫീസ് ഗേൾസിന് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഇല്ല, 0 ആണ് ഹോസ്റ്റൽ ഫീസ്. നിങ്ങൾ അപ്പോൾ നമ്മൾ സെമസ്റ്റർ ഫീസിന്റെ ഒപ്പം തന്നെ ഹോസ്റ്റൽ ഫീസ് കൺസിഡർ ചെയ്യണം എന്നർത്ഥം. അതുപോലെ തന്നെ ഞാൻ ഓഡിബിൾ അല്ലേ കറക്റ്റ് ആയിട്ട്? ഓക്കെ. നീമ ചോദിച്ചേ പക്ഷെ എനിക്ക് കേൾക്കാത്തതാണ്. ഓഡിയബിൾ അല്ലെന്ന് വെച്ചുകൊണ്ട് പിന്നെ പോയി.
Hello again. Am I audible right now? കേൾക്കുന്നുണ്ടോ? Okay. So we can continue, I think. ഓക്കെ, നമ്മൾ സെമസ്റ്റർ ഫീസിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെമസ്റ്റർ ഫീസ് ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി. പോണ്ടിച്ചേരിയിൽ ഞാൻ പറഞ്ഞു അത്യാവശ്യം സെമസ്റ്റർ ഫീസ് ഉണ്ട്, അതായത് 20,000 റുപ്പീസിൻ്റെ അടുത്തുണ്ട്. അറ്റ് ദ സെയിം ടൈം ഹൈദരാബാദിൽ അറൌണ്ട് 6 or 8,000 ഐ തിങ്ക് 6,000-8,000 രൂപയാണ് സെമസ്റ്റർ ഫീസായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ വീണ്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹോസ്റ്റൽ ഫീസ് കൺസിഡർ ചെയ്യണം. അവിടുത്തെ ഇപ്പോൾ ഡൽഹിയിൽ JNU ഫീസ് കുറവാണ്, പക്ഷേ ഹെൽത്ത് ഇഷ്യൂസിന്റെ സാധ്യത വളരെ കൂടുതലാണ്. എൻവയോൺമെന്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം കേരള. സോ മോസ്റ്റ് ഓഫ് ദ കേസ് നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. ആ ഹെൽത്ത് ഇഷ്യൂസിന്റെ ചിലവ് നിങ്ങൾ പരിഗണിക്കേണ്ടി വരും. പക്ഷേ പോണ്ടിച്ചേരി എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം കേരളത്തിലെ ക്ലൈമറ്റിനോട് സാമ്യതയുള്ള ഒരു ക്ലൈമറ്റ് ആണ്. നമുക്ക് അവിടെ ക്ലൈമറ്റ് ഇഷ്യൂവിൽ നമുക്ക് പൊതുവെ അസുഖങ്ങളൊന്നും വരാറില്ല. അപ്പൊ അതുകൊണ്ട് പറയുകയാണെങ്കിൽ ടു ബി ഹോണസ്റ്റ്, നിങ്ങൾ സെമസ്റ്റർ ഫീസ് മാത്രം കൺസിഡർ ചെയ്യാതെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കേസുകൾ കൂടി പരിഗണിക്കുകയാണെങ്കിൽ ഫീസിന്റെ കേസിൽ വലിയ മാറ്റമൊന്നും യൂണിവേഴ്സിറ്റീസ് തമ്മിൽ ഉണ്ടാവില്ല. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്ക് നിലവിൽ സെപ്പറേറ്റ് എക്സാം ഇല്ല. അതായത് ജാമിയ മിലിയ അതുപോലെ തന്നെ അലിഗഡ്, ഈ 2 യൂണിവേഴ്സിറ്റീസിലേക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതിൽ നമുക്ക് സെപ്പറേറ്റ് എക്സാം ഉള്ളത്. അതന്നെ മോസ്റ്റ് ഓഫ് ദ കേസ് നെക്സ്റ്റ് ഇയർ മുതൽ ഓർ നമ്മളൊക്കെ എഴുതുമ്പോഴേക്ക് ഇപ്പം നിലവിൽ സ്റ്റാർട്ടിൻ്റെ ഇരിക്കണം. മോസ്റ്റ് ഓഫ് ദ കേസ് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ജാമ്യയും അലിഗഡും അടക്കം CUET കീഴിൽ വരും എന്നുള്ളത്. നമ്മൾ നോർമലി വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് ഫ്രൈഡേ ഓർ സാറ്റർഡേ ആണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഫ്രൈഡേ ഓർ സാറ്റർഡേ ആയിരിക്കും നമ്മുടെ നെക്സ്റ്റ് വെബിനാർ ഉണ്ടാവുക. ഈസ് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഇസ് ബെറ്റർ ദാൻ മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഈസ് ഫീ. അഗെയിൻ നിങ്ങൾ മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ ഫീ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമ്മൾ പോണ്ടിച്ചേരിയും JNU കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു 10,000 രൂപയുടെ ഓർ 14,000 രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ യു ഹാവ് ടു പേ lakhs of rupees നിങ്ങൾ അവരുടെ ഫീ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ആ ഒരു ഏരിയ ഒന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സിനേക്കാൾ എത്രയും ബെറ്റർ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആണ്. ഇനി കട്ട് ഓഫിന്റെ കേസിൽ ദർ ഈസ് നോ സ്പെസിഫിക് കട്ട് ഓഫ്. നമുക്കൊരു കട്ട് ഓഫ് ഇല്ല. JNU DU PU ഒന്നും സ്പെസിഫിക് കട്ട് ഓഫ് ഇല്ല. അതായത് ആ ഇയറിലെ CUET കട്ട് ഓഫ് എന്താണോ അതാണ് കട്ട് ഓഫ് വരിക. ഞാൻ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. നമ്മളൊരു 100 ആൾ പോയിട്ട് CUET എക്സാം എഴുതി. ഈ 100 ആളിൽ നമ്മൾ പോണ്ടിച്ചേരിയിലേക്ക് അപ്ലിക്കേഷൻ കൊടുത്താൽ പോണ്ടിച്ചേരിയിലെ സീറ്റ് മെട്രിക്സ് 40 സീറ്റ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ള 40 ആൾക്ക് കിട്ടും. അപ്പൊ അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ മാർക്ക് എത്രയാണോ അതാണ്. അതല്ലാണ്ട് യൂണിവേഴ്സിറ്റിക്ക് ഒരു സ്പെസിഫിക് കട്ട് ഓഫ് ഇല്ല. അത് CUET വന്നതിന് ശേഷം ഒരു യൂണിവേഴ്സിറ്റിക്കും നിലവിൽ സ്പെസിഫിക് കട്ട് ഓഫ് ഇല്ല. ഇനി കട്ട് ഓഫ് അറിയാനുള്ള നമുക്ക് കട്ട് ഓഫിന് പകരം പ്രീവിയസ് ഇയർ ട്രെൻഡ് അറിയാൻ പറ്റും. അതിനുള്ള വഴി ഇപ്പൊ നിലവിലെ അഡ്മിഷൻ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓർ ഓൾമോസ്റ്റ് PGയുടേത് കഴിഞ്ഞു, ദേ ആർ ഗോയിങ് ടു സ്റ്റാർട്ട് UG. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസിന്റെ വെബ്സൈറ്റിൽ കയറിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേ ആർ ആൾറെഡി പബ്ലിഷ്ഡ് ദ മെറിറ്റ് ലിസ്റ്റ്, ദേ ആർ പബ്ലിഷ്ഡ് ദ ഫസ്റ്റ് സെലക്ഷൻ ലിസ്റ്റ്, സെക്കൻഡ് സെലക്ഷൻ ലിസ്റ്റ്, തേർഡ് സെലക്ഷൻ ലിസ്റ്റ്. അപ്പൊ തേർഡ് സെലക്ഷൻ ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് സെലക്ട് ചെയ്യപ്പെട്ട കുട്ടി ഉണ്ടാവും. ആ കുട്ടിയുടേത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കട്ട് ഓഫ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ HCU പോണ്ടി DU തുടങ്ങിയ യൂണിവേഴ്സിറ്റിയിലൊന്നും നിലവിൽ കട്ട് ഓഫ് ഇല്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ഇയറിലെ CUET തേർഡ് സെലക്ഷൻ ലിസ്റ്റിലെ യൂണിവേഴ്സിറ്റിയിൽ കയറിയിട്ടുള്ള ആളുകൾ ആരാണ് നോക്കിയാൽ മതി. JNU ISI IGADR DSE MSc IIT നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഡെഫിനറ്റ്ലി ISI ആണ്. പക്ഷേ ISI അഗെയിൻ ഇറ്റ്സ് ഡിഫറെന്റ്. ISI കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എക്കണോമിക്സിൽ. നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ എക്കണോമിക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ISI ആണ്. ഡെഫിനറ്റ്ലി ISI ആണ്. അപ്പൊ ISIയിൽ എന്ന് പറഞ്ഞാൽ ഹൈലി ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അവിടുത്തെ സിലബസ് ഹൈലി ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അപ്പൊ നിങ്ങളുടെ ആദ്യം ഇപ്പൊ നിങ്ങൾ IGADR പ്ലാൻ ചെയ്യുകയാണെങ്കിലും DSE പ്ലാൻ മദ്രാസ് പ്ലാൻ ചെയ്യുകയാണെങ്കിലും യു ഷുഡ് ഡൗൺലോഡ് ദയർ സിലബസ് ഫസ്റ്റ്. എക്സാം സിലബസ് അല്ല കേട്ടോ, എൻട്രൻസ് സിലബസ് അല്ല, മറിച്ച് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ PGക്ക് നിങ്ങൾ പഠിക്കാൻ പോകുന്ന സിലബസ് ഉണ്ട്. ആ സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യണം എൻ്റെ ഏരിയ ഏതാണ്.
നമുക്ക് ഒരുപാട് ഡിഫറെന്റ് സബ്ജക്റ്റുകളുണ്ട്. പൊളിറ്റിക്കൽ ഇക്കോണമി പോലെയുള്ള, അതല്ലെങ്കിൽ നമ്മൾ ഇതുവരെ അറിയാത്ത, നമ്മൾ അനുഭവിക്കാത്ത കുറെ സബ്ജക്റ്റും ഏരിയാസും ഉണ്ട്. ഹെൽത്ത് എക്കണോമിക്സ് പോലെയുള്ള, ബിഹേവിയറൽ എക്കണോമിക്സ് പോലെയുള്ള, വളരെ രസകരമായ സൈക്കോളജി ആൻഡ് എക്കണോമിക്സ് പോലെയുള്ള വളരെ രസകരമായ, വളരെ ക്യൂരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എക്കണോമിക്സിന്റെ കീഴിലുണ്ട്. പ്രത്യേകിച്ച് ഈ നമ്മുടെ ഒരു ലോകം നിലവിലൊരു അക്കാഡമിക് ട്രെൻഡ് ഇന്റർ ഡിസിപ്ലിനറി ആണ്. നിങ്ങൾക്ക് എക്കണോമിക്സിലെ ഹിസ്റ്ററിയിൽ വരെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാണെന്ന് നോക്കണം. നിങ്ങളുടെ ക്വാളിറ്റേറ്റീവ് എക്കണോമിക്സ് ആണ് ഇൻട്രസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് JNU. അല്ല, നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ്ലി അത്രയും സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് ഷുവർ ആണ്, നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് IGADR, ISI പോലെയുള്ളത്, ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് പോലെയുള്ളത്. നിങ്ങൾ മൈക്രോ എക്കണോമിക്സിലാണ് ഇൻട്രസ്റ്റഡ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ്. നിങ്ങൾ ഒന്നും കൂടി പ്ലേസ്മെന്റ് ഓറിയന്റഡ് ആണ്, പൈസ കുറച്ച് കൊടുക്കാൻ റെഡിയാണ്, പക്ഷേ ഫീസ് കൊടുക്കാൻ റെഡിയാണ്. പക്ഷേ നിങ്ങൾക്ക് MBA പോലെയുള്ള നല്ല പ്ലേസ്മെന്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ, ലക്ഷങ്ങൾ പ്ലേസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സ്. അല്ല, നിങ്ങൾ PhD ഒക്കെ ചെയ്ത് ഒരു അക്കാഡമിക്സിൽ ഇന്ത്യന് പുറത്തൊക്കെ പോയി PhD ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് IIT പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, പോണ്ടിച്ചേരിയിൽ നിന്ന് നിങ്ങൾ MA എക്കണോമിക്സ് കഴിഞ്ഞാൽ അതിന്റെ കരിയർ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കമ്പയറിംഗ് ടു എനി അതർ സോഷ്യൽ സയൻസ് സബ്ജക്ട്സ് എക്കണോമിക്സിന് വലിയ സാധ്യതയുണ്ട്. Comparing to any other social science subject, even pure natural science subject, economics സാധ്യതയുണ്ട്. ഡാറ്റാ സയൻസ് മുതൽ ജേർണലിസം മുതൽ റിസർച്ച് മുതൽ ഇന്ത്യയിൽ അങ്ങോട്ടുള്ള തിങ്ക് ടാങ്കുകൾ മുതൽ ടീച്ചിങ് മുതൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ സിലബസ് സ്ട്രക്ചറിൽ ഹയർ സെക്കൻഡറിയിൽ ഹ്യൂമാനിറ്റീസിലും എക്കണോമിക്സ് ഉണ്ട്, കൊമേഴ്സിലും എക്കണോമിക്സ് ഉണ്ട്. മറ്റൊരു സബ്ജക്റ്റ് അങ്ങനെയില്ല. ലാംഗ്വേജുകളല്ലാതെ വളരെ റയറായിട്ട് പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷെ എക്കണോമിക്സ് മോസ്റ്റ് ഓഫ് ദ കേസ് എല്ലായിടത്തും ഉണ്ട്. അത്രയും ടീച്ചിങ് ഓപ്പർച്യൂണിറ്റി പോലും എക്കണോമിക്സിന്റെ കീഴിൽ വരുന്നുണ്ട്. അപ്പൊ പ്ലേസ്മെന്റ്, ഒരു പോണ്ടിച്ചേരിയുടെ കേസിലൊക്കെ ആണെങ്കിൽ പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അത്യാവശ്യം സൂപ്പർ ആയിട്ടുണ്ട്. അവരൊരു സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 year or 2 year ബാക്ക് ആവുന്നുള്ളൂ. നമ്മൾ 9:30 എൻഡ് ചെയ്യണം. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടോ ഇപ്പൊ തന്നെ. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഗുഡ്, കമ്പാരിറ്റീവ്ലി ഗുഡ്. നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻസ് കിട്ടുകയാണെങ്കിൽ യു ക്യാൻ ചൂസ് those institutions, but still economics department is good. നല്ല കുറെ ടീച്ചേഴ്സ് അവിടെ ഉണ്ട്, എസ്പെഷ്യലി മാക്രോ എക്കണോമിക്സിന്. നിങ്ങൾ ക്വാളിറ്റേറ്റീവ് ഏരിയാസ് ട്രൈ ചെയ്യുകയാണെങ്കിൽ there is economics of Indian social institution, one of my favorite class. നിങ്ങൾക്ക് അതിലേക്ക് അങ്ങനെയുള്ള കുറെ ഏരിയാസ് ഉണ്ട്. DSc, I think for DSc we are planning to conduct a separate session. DScയിൽ നിന്നുള്ള ഒരു ആള് വന്നിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, DSc കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഈസ് again it's one of best institution for economics. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഉണ്ട്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഉണ്ട്. സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ PhDയും അവിടെ 2 തരത്തിലുള്ള എക്കണോമിക്സ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻഷ്യൽ എക്കണോമിക്സ് ഉണ്ട്, ഇറ്റ്സ് ഹൈലി ക്വാണ്ടിറ്റേറ്റീവ്. നോർമൽ എക്കണോമിക്സ് ഉണ്ട്, ഇറ്റ്സ് ഓക്കെ. You can choose Hyderabad University. Okay, so we are going to wind up the session. So I need to discuss something about this eco-domain community. Okay, so നമ്മൾ ആക്ച്വലി നമ്മുടെ എക്കോഡൊമൈൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എക്കോഡൊമൈൻ്റെ CUET PG കോച്ചിങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 2 ആണ് ഇന്ന്. ഈ മാസത്തിലെ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിലാണ് നമ്മൾ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സിലബസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഏരിയാസും തറോലി നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. 1-to-1 മെന്റർഷിപ്പ് ഉണ്ടാവും. അതായത് നിങ്ങൾക്കൊരു ടീച്ചർ എന്നല്ല കേട്ടോ, മറിച്ച് 1-to-1 നിങ്ങളുടെ ഡൗട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് യു ക്യാൻ ഡയറക്ട്ലി ആസ്ക് ടു യുവർ ഫാക്കൾട്ടീസ്. അതിനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും. സ്പെഷ്യൽ മെന്റർഷിപ്പ് ഉണ്ടാവും. ദെൻ നമ്മൾ പറഞ്ഞു, നമ്മൾ നോർമൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, അവേഴ്സ് ഈസ് എ കമ്മ്യൂണിറ്റി ലേണിംഗ്. കമ്മ്യൂണിറ്റി ലേണിംഗ് മീൻസ് വി ആർ സ്റ്റഡിങ്, വി ആർ ലേണിംഗ്, വി ആർ ഗ്രോയിങ് ടുഗദർ. അതാണ് കമ്മ്യൂണിറ്റി ലേണിംഗ്. നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ലേണിംഗ് സിസ്റ്റത്തിലേക്കാണ് നമ്മൾ അഡ്മിഷൻ തരിക. അതുപോലെ തന്നെ ക്ലാസ്സസ് എടുക്കുന്നത് സബ്ജക്റ്റിലെ എക്സ്പേർട്സ് ആണ്. അതായത് നിങ്ങൾക്ക് മാക്രോയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള, മോസ്റ്റ് ഓഫ് ദ കേസ് യൂണിവേഴ്സിറ്റി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ PG ചെയ്തുകൊണ്ടിരിക്കുന്ന, ഓൾറെഡി CUET ക്രാക്ക് ചെയ്ത് പരിചയമുള്ള റാങ്ക് ഹോൾഡേഴ്സും ഒക്കെ നിങ്ങൾക്ക് സ്പെഷ്യൽ ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് CUET ക്രാക്ക് ചെയ്തിട്ടുള്ള കുട്ടികളുമായിട്ട് സ്പെഷ്യൽ ഇന്ററാക്ഷൻസ്, സ്പെഷ്യൽ ലെക്ചേഴ്സും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഉണ്ടാവും.
Next. ഓക്കെ, സോ CUET ടോപ്പേഴ്സിന്റെ സെഷൻസ് ഉണ്ടാവും. നിങ്ങൾ ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഡെയിലി 10 MCQs നമ്മൾ പോൾ ആയിട്ട് ഇടുന്നുണ്ട്. അത് ആ MCQസിലൂടെ മാത്രം ഹൈദരാബാദിലും ജാമ്യയിലും ഒക്കെ അഡ്മിഷൻ എടുത്ത കുട്ടികൾ, നമ്മളെ കമ്മ്യൂണിറ്റി, എഗെയിൻ ഞാൻ കമ്മ്യൂണിറ്റി ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ഏകദേശം ഒരു 3 വർഷമായിട്ട് റൺ ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിലവിൽ ഹൈദരാബാദിലും JNUവിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ നമുക്ക് അലുമിനീസ് ആയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഈ പോൾ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ജയിച്ചത്. CUET ഒന്നും കൂടി കോമ്പറ്റീറ്റീവ് ആയി. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഡെയിലി ക്വിസ് സെഷൻസ് ജോയിൻ ചെയ്യാൻ നമ്മൾ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ കോൺടാക്ട് ടു ദാറ്റ് നമ്പർ. കമ്മ്യൂണിറ്റിയിൽ ജനറൽ അഡ്മിഷൻ ഉണ്ട്, സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് അഡ്മിഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്താൽ നമ്മൾ ഈ ഒരു മന്ത് ലാസ്റ്റ് ആകുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യും, കോഴ്സ് ഡീറ്റെയിൽസ് ഇടും. പിന്നെ PYQ ഡിസ്കഷൻ, PYQ മീൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അത് CUET മാത്രമല്ല, JNU, ഹൈദരാബാദ്, ജാമിയ, അലിഗഡ് പോലെയുള്ള യൂണിവേഴ്സിറ്റീസിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതുപോലെ നമ്മുടെ ലൈവ് സെഷൻസ് ഉണ്ടാവും, വീക്ക്ലി 3 സെഷൻസ് ലൈവ് ആയിട്ടുണ്ടാവും. അതുകൂടാതെ റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവും. കംപ്ലീറ്റ് ഗൈഡൻസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്സിന്റെ കംപ്ലീറ്റ് ഗൈഡൻസ് വിത്ത് കമ്മ്യൂണിറ്റി ലേണിംഗ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നമുക്ക് സ്പെഷ്യൽ ലേണിംഗ് ക്ലബ്ബുകൾ, സബ്ജക്ട്, അതായത് കുട്ടികളുടെ ലെവൽ ഓഫ് സബ്ജക്റ്റ് അനുസരിച്ച് സ്പെഷ്യൽ ലേണിംഗ് ക്ലബ്ബുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മളെ കോച്ചിങ് നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും, അതായത് നമ്മുടെ കോഴ്സ് എക്സ്പയർ ആയി നിങ്ങളുടെ CUET വഴി നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും, യു ആർ ദ പാർട്ട് ഓഫ് ദിസ് കമ്മ്യൂണിറ്റി. എക്കോഡൊമൈൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഫസ്റ്റ് എക്കണോമിക്സ് കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് ആണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഈവൻ ഫർദർ സ്റ്റഡീസ് UGC നെറ്റിലേക്കുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പാർട്ടായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ UGC നെറ്റിന്റെ നിങ്ങൾ PGയിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കമ്മ്യൂണിറ്റി ക്ലാസ്സുകൾ ഉണ്ടാവും. നിങ്ങൾ അത് കഴിഞ്ഞ് നിങ്ങൾ അതല്ല IES, നമ്മളെ കമ്മ്യൂണിറ്റിയിലൊക്കെയുള്ള ഹെഡുകളിൽപ്പെട്ട പലരും സിവിൽ സർവീസ് ആസ്പിറൻസ് കൂടിയാണ്. നിങ്ങളും സിവിൽ സർവീസ് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ നമുക്ക് സിവിൽ സർവീസ് ക്ലബ്ബ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ കീഴിൽ വരും. ഇതൊരു കംപ്ലീറ്റ്ലി ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ലേണിംഗ് സിസ്റ്റം ആണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ you can join, you can contact these numbers. There are 3 numbers. You can message any number. അഡ്മിഷൻസ് എൻക്വയറീസ്, നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ മാസം ലാസ്റ്റ് നമ്മൾ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യു ക്യാൻ ആസ്ക്. വി ഹാവ് 3 minutes to 9:30. ഫീസ് സ്ട്രക്ചറും ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്രോഷറും നമ്മൾ ഈ വീക്കിൽ ഷെയർ ചെയ്യും. നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ അഫോർഡബിൾ ഫീസ് ആയിരിക്കും. യു ക്യാൻ ചെക്ക്, യു ക്യാൻ കമ്പയർ വിത്ത് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഫ് യു വാണ്ട്. അവർ ഫീസ് വിൽ ബി വെരി, ബിക്കോസ് ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി ലേണിംഗ് സിസ്റ്റം. അത് നമ്മൾ എടുക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഇറ്റ്സ് നോട്ട് അബൌട്ട് എ പ്രോഫിറ്റ് മോട്ടീവ്. we have other commitment toward our society, so it will be a feasible fee structure only. Don't worry about that. And if you are needy, നിങ്ങൾ അർഹതപ്പെട്ട ആളുകളാണെങ്കിൽ we will consider in that way also. You can contact those numbers. We will definitely consider. കാരണം നമ്മൾ ആരും ഒരു ഫൈനാൻഷ്യലി നമ്മൾ ബാക്ക് ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ആരും ഒരു എഡ്യൂക്കേഷൻ കിട്ടാതെ പോവരുത്. അത് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. You can continue in there. No issue. You can continue in there. It's up to you. Again, it's up to you. Okay, I think it's done. It's done. Thank you. You can open your mic and you can tell the feedback, or you can just type in the chat box.